അങ്ങനെ ഞങ്ങൾക്ക് ലൈവ് വരേണ്ട ആവശ്യം വന്നില്ല. കളിയുടെ കാര്യം പറയുകയാണെങ്കിൽ പൊരുതി തോറ്റു എന്ന് വേണം പറയാൻ. It was a game of fine margins. When you look at the game in detail, ഒരു ഗോള് നമുക്ക് അടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ചിലപ്പം നമ്മൾ ടൈ ജയിക്കും ഞാൻ പറയുന്നില്ല. ഇറ്റ് വുഡ് ഹാവ് ബിക്കം മോർ പ്രഷർ ഫോർ PSG. കാരണം PSG അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല. നമ്മൾ ലാസ്റ്റ് ഇയറിനെ പോലെയോ അല്ലെങ്കിൽ അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല. പിന്നെയുള്ളത് എക്കിറ്റിക്ക് ഇഞ്ചുറി, പ്രോബബ്ലി എക്കിറ്റിക്ക് സെക്കൻഡ് ഹാഫിലും കളിച്ചിരുന്നെങ്കിലൊക്കെ വി കുഡ് ഹാവ് ഗെയിൻഡ് സംതിങ് എന്നൊക്കെ നമുക്ക് തോന്നും ആസ് എ ഫാൻ. ബട്ട് ആസ് എൻ ഓവറോൾ ടൈ വാൻ ഡൈക്ക് പറഞ്ഞ പോലെ PSG deserve to win. അതിൽ ഒരു സംശയം ഇല്ല. വി ആർ നോട്ട് there among the best teams in Europe. We are not there among the best teams in England. എന്നാലും നമുക്ക് ചിലപ്പോൾ തേർഡ് കിട്ടും. ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ വരെ എത്തി. അതിന്റെ ഒക്കെ അർത്ഥം നമ്മൾ നല്ലതാണെന്നല്ല, മറ്റുള്ളവർ മോശമാണ് ഞാൻ കാണുന്നത്. ഇപ്പൊ ഫുട്ബോളിന്റെ ഓവറോൾ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ വേണം പറയാം. ഓവറോൾ ഇനിയിപ്പോ 6 കളിയുള്ളൂ സീസണിൽ. എന്താ പറയാ, കഴിഞ്ഞ മാച്ചിന് നല്ല പോയിന്റ്സ് എനിക്ക് പറയാം, വേണമെങ്കിൽ എടുത്ത് പറയാം നമുക്ക് എല്ലാവർക്കും. പക്ഷെ ഇതിപ്പോ എങ്ങനെയാന്ന് വെച്ചാല് ചെക്കൻ തോറ്റു 10ാം ക്ലാസ് എത്തുമ്പോ കുറച്ച് കുഴപ്പമില്ലാണ്ട് പഠിച്ചിട്ട് ഒരു സെക്കൻഡ് 60% 65% മേടിച്ചപ്പോ നമ്മള് പറയില്ല ചെക്കൻ തോറ്റില്ല 10. ഇനിയിപ്പം +1 എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലൊക്കെ സീറ്റ് കിട്ടുമെന്ന് നോക്കണം എന്ന് പറയുന്ന പോലെ. ഇതിനകത്തിപ്പം കളിയിലെ അവസാനത്തെ 5 മാച്ചിൽ ഇനിയിപ്പോ സ്ട്രക്ചർ ഉണ്ടാവാനോ ഇനിയിപ്പോ പോസിറ്റീവ് സൈൻസ് ഇതിനകത്ത് ഉണ്ടെന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. കാരണം ഈ ടീമിൽ നിന്ന് സല, റോബർട്ട്സൺ, ആലിസൺ, കേർട്ടിസ്, ചിലപ്പം കൊണാട്ടെ, ചിലപ്പം ഇപ്പൊ എക്കിറ്റിക്ക് അടുത്ത സീസൺ എന്തായാലും ഒരു ജനുവരി ആകുമ്പോഴേക്കേ വരുള്ളൂ, ബ്രാഡ്ലിയും, അതിന്റെ കൂടെ കിയേസ, അതിന്റെ കൂടെ ചിലപ്പം ഒന്നെങ്കിൽ മെക്കാലിസ്റ്റർ, ചിലപ്പം എന്താ പറയാ അങ്ങനെ കുറച്ച് ഗോമേസ്, ഇവരൊക്കെ പോവും. അപ്പോ എന്ത് വന്നാലും ഇനിയിപ്പോ ഇതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഉൾത്തിരിഞ്ഞ് വന്ന് ഇതൊരു സ്ട്രക്ചറായി മാറി നാളത്തേക്കുള്ള ഒരു പ്രതീക്ഷ എന്ന് പറയാൻ ഇതിനകത്തൊന്നുമില്ല. ഫ്യൂച്ചർ ഇസ് ബ്രൈറ്റ് എന്ന് ആർനെ സ്ലോട്ട് പറയുമ്പോഴും ആർനെ സ്ലോട്ട് പറയുന്നത് വിൽപ്പനയെ കുറിച്ചും മേഡിക്കിനെ കുറിച്ചും ലിവർപൂൾ എന്ന ഒരു മഹത്തായ ട്രേഡിംഗ് ക്ലബിനെ കുറിച്ചൊക്കെയാ പറയുന്നത്. അപ്പോ ഇനിയിപ്പോ ഉള്ളത് ടോപ്പ് 5 എത്തുക, എല്ലാരും വീട്ടിൽ പോവുക, അടുത്ത സീസൺ ആരൊക്കെ ഉണ്ടെന്ന് നോക്കുക, അതിനനുസരിച്ച് കളിക്കുക. അടുത്ത സീസണിനെ കുറിച്ച് പറയാൻ മാത്രം സീസൺ കഴിഞ്ഞോ? കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ എന്താ ഉള്ളത്? ടോപ്പ് 5 കിട്ടിയോ? ടോപ്പ് 5 കിട്ടുക അത് ഞാൻ പറയുന്നത് ഇനി ആ ഒരു റിസൾട്ട് മാത്രമേ ഉള്ളൂ എന്നാ പറയുന്നത്. ഇനിയിപ്പം കളിയിൽ നിന്ന് ടാക്ടിക്കലിയോ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റമോ അല്ലെങ്കിൽ ആ ഒരു നമ്മളിപ്പം ലാസ്റ്റ് വീക്ക് അതിന് മുമ്പത്തെ വീക്ക് അല്ലെങ്കിൽ ജനുവരിയിലൊക്കെ പറയുന്നില്ല, വേർഡ്സ് ഇപ്പൊ കുറച്ചും കൂടി ഇൻഫ്ലുവൻഷ്യൽ ആവുന്നുണ്ട് എന്നൊക്കെ പറയുന്നതിൽ കാര്യമില്ല. ഇനിയിപ്പോ 5 കളിയിൽ നിന്ന് 6 കളിയിൽ നിന്ന് 5 കളി ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ടോപ്പ് 4 എത്തി അല്ലെങ്കിൽ ടോപ്പ് 5 എത്തി. നമ്മൾ എങ്ങനെയെങ്കിലും അത് കളിച്ചിട്ട് വീട്ടിൽ പോകാന്നാ പറയുന്നത്. അതൊക്കെ നമ്മളെ പെർസ്പെക്റ്റീവിൽ ദാറ്റ് മേക്ക് സെൻസ്. അത് കഴിഞ്ഞ വേൾഡ് കപ്പ് ഉണ്ട്, നമുക്ക് വേണമെന്നില്ല അത് കണ്ടിരിക്കുക. പക്ഷെ സ്ലോട്ട് എന്ത് കണ്ടിട്ട് ഇതൊക്കെ പറയുന്നത്? സ്ലോട്ട് ഉണ്ടാവുന്നുള്ള അത്രക്ക് ഗ്യാരണ്ടി മൂപ്പർക്ക് എങ്ങാനുണ്ടോ? തള്ളുന്നുണ്ടല്ലോ, ഞാൻ അടുത്ത വർഷം അങ്ങനെ ഉണ്ട്, ഞാൻ അടുത്ത വർഷത്തേക്കുള്ള പ്ലേയേഴ്സിനെ വാങ്ങാനുണ്ട്, വിൽക്കാനുണ്ട് എന്നൊക്കെ. അത് മറ്റേ അത്ലറ്റിക്കിൽ വന്നല്ലോ. അതായത് ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിലും അവർ സാക്ക് ചെയ്യുന്നില്ല. പിന്നെ അങ്ങനെ ടെൻഷൻ അടിക്കുന്ന കാര്യമില്ലല്ലോ. ഈ സീസൺ കഴിഞ്ഞാൽ ടോപ്പ് 5 കിട്ടിക്കഴിഞ്ഞാൽ സ്ലോട്ട് പറയാൻ പോകുന്നത് കഴിഞ്ഞ സീസൺ ലീഗ് അടിച്ചു, ഈ സീസൺ ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനൽ കളിച്ചു, യൂറോപ്യൻ ക്വാളിഫിക്കേഷൻ കിട്ടി, ട്രാൻസിഷൻ സീസൺ ആയിരുന്നു, വി ഗോ അഗൈൻ. ഗണേശൻ ദേശം കടിച്ചമർത്തിയിരിക്കുന്നുണ്ട്. ഗണേശ പറഞ്ഞോടാ. ഞാന് അത്ലറ്റിക്കിൽ പറഞ്ഞ പോലെ ഓൺസിൻ അത്ര ഷുവർ ആയിട്ടില്ല. ഐ തിങ്ക് എന്നാ പറയുന്നത്. ലൈക് ഹി വിൽ സ്റ്റേ എന്ന് പറയില്ല, വി വിൽ ഹോൾഡ് ഓൺ ടു ആർനെ സ്ലോട്ട് എന്ന് അയാൾ തീർത്തും പറഞ്ഞിട്ടൊന്നുമില്ല.
സോ അത് തീർച്ചയായിട്ടും പറയണം. ബെൻ ജേക്കബ്സ് എല്ലാരും പിന്നെ പറയുന്നത്, അതായത് പറഞ്ഞോ, സോറി പറഞ്ഞു. പിന്നെ ഇന്നലത്തെ കളി വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ ഒരു ക്വിക്ക് മൂവ് ഒക്കെ ഉണ്ടാക്കി. എന്താ പറയാ, പാസിംഗ് ഒക്കെ ഏർലി റിലീസ് ആയിരുന്നു. ഗ്രാവൻബർച്ച് ആവട്ടെ, മെക്കാലിസ്റ്റർ ആവട്ടെ, എല്ലാവരും ഏർലി റിലീസ് ആയിരുന്നു ബോള്. സോ നമ്മൾ മര്യാദക്ക് കളിച്ചു എന്ന് പറയുന്നതിനെക്കാട്ടിലും അവന്മാര് കുറച്ച് കമ്പോസ്ഡ് ആയിട്ട് നമ്മളെ കളിക്കാൻ വിട്ടു എന്ന് വേണം പറയാൻ. യു പ്ലേ വി വിൽ ഡിഫെൻഡ് എന്ന് പറഞ്ഞ പോലെയായിരുന്നു അവന്മാര് കളിച്ചത്. സോ അതുകൊണ്ടാണ് നമുക്ക് ഏകദേശം ഈ ബോൾ പൊസിഷനൊക്കെ ഉണ്ടായ പോലെ തോന്നിയത്, ഗെയിം കൺട്രോൾ ചെയ്യുന്ന പോലെ തോന്നി. പക്ഷെ ഈ കൺട്രോൾ മേ ബി സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ടിങ്ങിൽ നല്ല പ്രഷർ കൊടുത്തു. അവിടെ ഒരു ഗോള് വരണമായിരുന്നു. കൺവേർട്ട് ചെയ്തില്ല. കാരണം വെച്ചാൽ അവരുടെ പ്ലാൻ അതാണ്, നിങ്ങൾ എന്ത് വേണമെങ്കിൽ കളിച്ചോ, ഗോൾ അടിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നുള്ള രീതിയിലാണ് അവന്മാരെ ഡിഫെൻഡ് ചെയ്തത്. സോ അവന്മാർ ലാസ്റ്റ് അതിനനുസരിച്ച് ചാൻസ് കിട്ടി, അത് അടിക്കുകയും ചെയ്തു. നമ്മളത് ചെയ്തുമില്ല. ഫസ്റ്റ് ഗോള് അടിക്കാൻ പോകുന്ന ആളെ കണ്ടു, ബോളിനെ കണ്ടു, എവിടെ അടിക്കാൻ പോകുന്ന വരെ അറിയാം. എന്നിട്ടും തടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ഗോൾ കീപ്പറുടെ മിസ്റ്റേക്ക് എന്ന് ഞാൻ പറയുള്ളൂ. ഹി കുഡ് ഹാവ് ഡൺ ബെറ്റർ. സാധാരണ ലൈൻ വ്യൂവിലൊക്കെയാണ്. ലേറ്റ് ആയിട്ടല്ലേ കണ്ടത്? റിയാക്ഷൻ കുറച്ച് സ്ലോ ആയിരുന്നു ആക്ച്വലി. ഓപ്പൺ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്, എങ്ങോട്ടാ അടിക്കാൻ പോകുന്ന വരെ അറിയാം. അത് ഒരു ആംഗിളിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അവിടെ. പക്ഷെ എന്തോ റിയാക്ഷൻ കണ്ടപ്പോ ഞാൻ വിചാരിച്ച ലേറ്റ് ആണ്. ആളുടെ റിയാക്ഷൻ ആണ് ലേറ്റ് ആയത്, കാണാൻ പറ്റി. പക്ഷെ ആ ഒരു ലീപ്പ് അതിനനുസരിച്ച് കിട്ടിയില്ല. അപ്പൊ കളി ഞാൻ പൊതുവെ ജയിക്കുന്ന എക്സ്പെക്ട് ചെയ്തില്ല. അറ്റ്ലീസ്റ്റ് നമ്മളൊരു ഗോൾ അടിക്കും എന്ന് വിചാരിച്ചു. VVD ട്രൈ ചെയ്തു. ക്രെഡിറ്റ് ടു മാർക്കീനോസ്. അല്ലാതെ എന്ത് പറയാനാ, ആ ഗോള് അടിച്ചിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കായിരുന്നു. അത് പെനാൽറ്റി ആയിരുന്നു, മെക്കാലിസ്റ്ററിന്റെ പെനാൽറ്റി ആയിരുന്നു, അത് കൊടുക്കണമായിരുന്നു. എല്ലാരും പെനാൽറ്റി എന്നൊക്കെയാ പറയണ. റണ്ണിങ് ഓവർ ദ പ്ലെയർ ആണ്, പ്രീമിയർ ലീഗിലൊക്കെ കിട്ടും, പക്ഷെ നമുക്ക് കിട്ടില്ല. UCL പക്ഷെ ആക്ച്വലി വി ഹാഡ് കൺസിസ്റ്റൻസി കാര്യത്തില്. മെക്കാലിസ്റ്ററിന് കിട്ടിയ അതേ സാധനം തന്നെ നെക്സ്റ്റ് ഡേ കൈ ഹവേർട്സ് ഉണ്ടായിരുന്നു. പെനാൽറ്റി അല്ല, ജസ്റ്റ് ഔട്ട്സൈഡ് ദ ബോക്സ് കൊടുത്തില്ല. അതുപോലെ തന്നെ റണ്ണിങ് ഓവർ ദ ബോക്സ് ആക്ച്വലി ക്രൈറ്റീരിയയിൽ റണ്ണിങ് ഓവർ ദ പ്ലെയർ ആണ് വരുന്നത്. അത് ഫൗൾ ആണ് ആക്ച്വലി. പക്ഷെ നമ്മള് എന്താണ് കൊടുക്കുന്നില്ല. UCL ഈ ഒരു ഇങ്ങനെ സിറ്റുവേഷനിൽ പെനാൽറ്റി ഇതുവരെ കൊടുത്ത് കണ്ടിട്ടില്ല. ഞാൻ പറയുന്നത് റഫറി കൊടുത്ത സ്ഥിതിക്ക് അത് ഓവർടേൺ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. അതായത് വാർ നേരിട്ട് കൊടുക്കുന്നില്ല, പക്ഷെ റഫറി കൊടുത്ത സ്ഥിതിക്ക് അത് വിളിച്ച് ഓവർടേൺ ചെയ്യേണ്ട കാര്യം എനിക്ക് തോന്നിയില്ല. അത് ഞാൻ അഗ്രിയാണ്. പെനാൽറ്റി കിട്ടിയാൽ നമ്മൾ അടിക്കുന്നുള്ള ഗ്യാരണ്ടി ഒന്നും ഈ സീസണിലില്ല. കഴിഞ്ഞ സീസണിൽ പെനാൽറ്റി അല്ല, അവസാനം അടിച്ച പെനാൽറ്റി ചെയ്ത സല 2 മിസ്സാക്കി, സോബോസ്ലേ 1 മിസ്സാക്കി. അതെ, പറഞ്ഞ പോലെ ഗോള് കയറിയിരുന്ന കളി കൂടെ മാറിയെന്നെ. VVDയുടെ ഗണേഷ് പറഞ്ഞല്ലോ ക്ലിയറൻസ്, അതങ്ങ് കേറിയത്. തൊട്ട് മുന്നത്തതും ആക്ച്വലി ഗോൾ കീപ്പർ സേവ് ആയിരുന്നല്ലോ, അത് കഴിഞ്ഞിട്ടല്ലേ VVD റീബൗണ്ട് വരുന്നുള്ളത്. ക്രൗഡ് മുഴുവനെ സെക്കൻഡ് ഹാഫിൽ ആ ക്രൗഡ് മുഴുവനും നമ്മള് ഒരു ഫീലിലൊക്കെ വന്ന ഒരു സമയം, നമ്മള് നല്ല ഇതില് അങ്ങനെ ഒരു ഫീല് വന്നേനെ ആ ഒരു ഇതില്. അപ്പൊ ഒരു 1-0 ലീഡ് വന്നെങ്കിൽ കളി അങ്ങോട്ട് തിരിഞ്ഞ് ഓൾറെഡി അവരിത്തിരി പരിഭ്രമിച്ച് കളിക്കാൻ തുടങ്ങിയായിരുന്നു സെക്കൻഡ് ഹാഫിൽ. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന് നമുക്ക് ചാൻസ് കിട്ടിയേനെ. ഇപ്പൊ ഇത് എന്താ സെക്കൻഡ് ഹാഫില് നമ്മൾ കുറച്ചും കൂടി ഇപ്പോ നമ്മൾ പറഞ്ഞു ഗെയിമില് എങ്ങനെയായിരിക്കും അപ്രോച്ച്, എങ്ങനെയായിരിക്കും PSG എന്ന് പറഞ്ഞല്ലോ. PSG ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സ്പേസിൽ കൂടെ അവർ കളിക്കാനാണ് അവർ ഉദ്ദേശിച്ചത്. അവരങ്ങനെ തന്നെയാണ്. നമ്മള് വേണമെങ്കിൽ അറ്റാക്ക് ചെയ്യായിരുന്നു ഫസ്റ്റ് ഹാഫ് തന്നെ, പക്ഷെ അവര് വേണ്ടാന്ന് വെച്ചു. സ്ലോട്ട് ഒന്ന് കൺസർവേറ്റീവ് ആയിട്ട് തുടക്കം തന്നെ ഒരു ഗോൾ മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആവും എന്നുള്ളത് കണക്കാക്കിയിട്ടാണ് ഫസ്റ്റ് ഹാഫ് കളിച്ചതെന്ന് തോന്നി. പക്ഷെ സെക്കൻഡ് ഹാഫില് നമ്മൾ ഇനി 45 മിനിറ്റ്സേ ഉള്ളൂ. നമ്മള് അതില് ആദ്യം ഗോൾ അടിച്ച സിറ്റുവേഷൻ മൂഡ് മാറ്റി അങ്ങനെ അതിലേക്ക് വരാനുള്ള അങ്ങനെ ഒരു ചാൻസ് കിട്ടുകയും ചെയ്തു. പക്ഷെ അത് പറഞ്ഞ പോലെ നമ്മുടെ ഫോർവേഡ് ഫിനിഷിംഗ് ഒക്കെ ഒരു മോശം. ഈ ഫൈനൽ തേർഡിൽ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ പ്രശ്നമായിട്ട് ഇരിക്കുന്നൊരു സീസണാണ്. അപ്പൊ അത് ഇതിലും ബാധിച്ചു. അതോടുകൂടി അത് അങ്ങനെ പുറത്തായി. എന്തായാലും ഈ ഒരു പെർഫോമൻസ്
ഈ ചാമ്പ്യൻസ് ലീഗിൽ നമ്മൾ കഴിഞ്ഞ തവണ PSG-യുടെ അടുത്തൊക്കെ എടുത്ത പോലെ അല്ലെങ്കിൽ ബിഗ് ഗെയിംസിൽ നമ്മൾ കൊണ്ടുവരുന്ന ഒരു പെർഫോമൻസ് സെക്കൻഡ് ഹാഫിൽ നമുക്ക് എന്തായാലും കാഴ്ചവെക്കാൻ പറ്റി എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അതിലൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമായി വന്നത് നമ്മുടെ സ്ക്വാഡിന്റെ ഒരു സ്ട്രെങ്ത്തിന്റെ കാര്യമാണ്. അപ്പൊ അതില് എക്കിറ്റിക്കയുടെ ഇഞ്ചറിയും കൂടി വന്നത് തന്നെ, ആ ഫസ്റ്റ് ഹാഫിൽ ഇഞ്ചറി വന്നത് തന്നെ ഭയങ്കര പ്രശ്നമായി. നമ്മൾ ആ ഒരു 3 പേര് ഇപ്പൊ സ്ലോട്ട് പറഞ്ഞ പോലെ ഇസാക്ക്, എക്കിറ്റിക്കെ, വേർഡ്സ് ഇവര് ഒരുമിച്ച് കളിക്കുന്ന ഒരു സിറ്റുവേഷൻ. ഈവൻ ഇസാക്ക് ഫുൾ ഫിറ്റ്നസ് അല്ല എങ്കിലും അങ്ങനെ ഒരുമിച്ച് കളിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നു തുടങ്ങിയപ്പോഴേക്കും വീണ്ടും ഒരു മിസ്ഫോർച്യൂൺ അല്ലെങ്കിൽ ഒരു ഒരു കേഴ്സ് ഇങ്ങനെ ഫോളോ ചെയ്യുന്ന പോലെ അപ്പൊ എക്കിറ്റിക്ക് ഒരു ഇഞ്ചറി, ലോങ് ടേം ഇഞ്ചറി വരുന്ന അവസ്ഥ. അത് ഭയങ്കര വിഷമായി പോയിച്ചിരിക്കുക എക്കിറ്റിക്കയുടെ ഇഞ്ചറി ആ ഒരു സമയത്ത് വന്നത്. ഒരു ഫുൾ സീസൺ ഇത്ര ഈ ഇഞ്ചറി വന്ന് കുറെ പ്ലേയേഴ്സ് റിക്കവർ ആയി എന്നൊക്കെ പറഞ്ഞ് കണ്ടു, പലരും തിരിച്ചു വന്നിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ ഈ വേൾഡ് കപ്പ് ഇയറിൽ എക്കിറ്റിക്കയുടെ ഒരു ഫ്രാൻസ് ടീമിന് തന്നെ ഭയങ്കര ബുദ്ധിമുട്ട്. ശരിക്കും ഞങ്ങള് കഴിഞ്ഞ സീസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, പലരും സ്ലോട്ടിന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി ആയിട്ട് നമ്മൾ കണ്ടത് ഒന്ന് പുള്ളി ടെംപ്ലേറ്റ് അല്ല, ഹി ക്യാൻ ചേഞ്ച് തിങ്സ് അറൌണ്ട്. സെക്കൻഡ് ഹാഫ് പെർഫോമൻസസ് എസ്പെഷ്യലി ഭയങ്കര ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായിരുന്നു എപ്പോഴും. എല്ലാ മാച്ച് കഴിഞ്ഞ സീസൺ ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് 0-0 അല്ലെങ്കിൽ 1-0 തോറ്റിരിക്കുകയാണെങ്കിൽ ഹാഫ് ടൈം നമുക്കറിയാം സെക്കൻഡ് ഹാഫിൽ വന്ന് നമ്മൾ കളി ജയിക്കും എന്നുള്ളൊരു സാധനമായിരുന്നു. അതിനോടൊപ്പം ഏറ്റവും സ്ട്രെസ്ഡ് ആയി പറഞ്ഞ, അതായത് സ്ലോട്ട് ക്രിറ്റിക്സ് അടക്കം സ്ട്രെസ് ആയി പറഞ്ഞ ഒരു സാധനമാണ് സ്ലോട്ടിന്റെ ടീമിന്റെ ഫിറ്റ്നസ്. ഇഞ്ചറീസ്, ആർക്കും ഇഞ്ചറി ഇല്ല, ഇഞ്ചറി ഇല്ലാത്തൊരു സീസൺ. പക്ഷെ ഈ സീസൺ ഇറ്റ് ഹാസ് ബീൻ വേഴ്സ് ദാൻ പീക്ക് ക്ലോപ്പ് സീസൺ എന്ന് വേണം പറയാം. കാരണം നമ്മൾ കണ്ടു ഒരു സ്റ്റാറ്റ് ഉണ്ടായിരുന്നത് ആക്ച്വലി, ലൈക് വി ഹാവ് ലോസ്റ്റ് പ്ലെയർ ഇഞ്ചേർഡ് സം 30 times, 25 times ദിസ് സീസൺ. അപ്പോൾ ഈ നമ്മുടെ എക്കിറ്റിക്കയുടെ ഇഞ്ചറി ആണെങ്കിൽ പോലും ഇറ്റ് ഇസ് നോട്ട് എൻ ഇമ്പാക്ട് ഇഞ്ചറി. പുള്ളി വെറുതെ നിന്ന് ഫ്രണ്ടിലോട്ട് ഒന്ന് സ്പ്രിന്റ് ചെയ്യാൻ നോക്കിയപ്പോൾ ഉണ്ടായതാണ്. സോ ഈദർ ഇറ്റ് ടോക്സ് അബൌട്ട് നമ്മുടെ ഫിസിക്കൽ ട്രെയിനിങ്ങിന്റെ പ്രശ്നമോ അല്ലെങ്കിൽ ആ പ്ലെയർ അത് ചെയ്യാത്തതിന്റെ പ്രശ്നമോ അല്ലെങ്കിൽ അൺലക്കി ആയിക്കോട്ടെ. പക്ഷെ ഇത്രയും ഇഞ്ചറീസ് ഒരുമിച്ച് വരുമ്പോൾ യു ഹാവ് ടു കൺസിഡർ വാട്ട് ട്രെയിനിങ് മെത്തേഡ്സ് അല്ലെങ്കിൽ നമ്മുടെ എന്താണ് പ്രശ്നം എന്നുള്ള കാണണം. കാരണം ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമുണ്ട്. എൻഡോ ഹാസ് ബീൻ ഔട്ട് ഫോർ ഹാഫ് ഓഫ് ദ സീസൺ. കളിക്കൂല്ലോ എന്നല്ല, എൻഡോ സീരിയസ് ഇഞ്ചറിയാ. ബ്രാഡ്ലി സെയിം, യുവർ ലിയോണിയൊക്കെ പിന്നെ ഇമ്പാക്റ്റ് ആണ് നമുക്ക് ഒരു ഇതായി പോയി ആയതാണ്. ബട്ട് പിന്നെ ഫ്രിംപോങ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നുണ്ട്, മോൻ കാണിച്ച് പോകുന്ന പോലെയാണ്. ആലിസൺ എപ്പോഴും നോക്കിയാലും ഇഞ്ചറി ഈ സീസൺ. സോ സംതിങ് ഈതർ അതൊരു ഇപ്പം സുധീ പറഞ്ഞ ഒരു കേഴ്സ് എന്ന രീതിയിൽ കാണാം, അല്ലെങ്കിൽ ഇതിനൊരു സയന്റിഫിക് ബാക്കിംഗ്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ള ഒരു സാധനം ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്ന വിഷയമാണ്. ഒന്നാമത് ഞാൻ എപ്പോഴും കാണുന്നത് കഴിഞ്ഞ സീസണിൽ നിന്ന് ഈ സീസണിൽ എന്താണ് ഡിഫറൻസ് ഉള്ളത് എന്ന് നോക്കുമ്പോൾ ഒന്ന് സൈനിങ്സ് ആണ്. ഒബ്വിയസ്ലി സെയിൽസ് ഒരു പ്രശ്നമായി, പിന്നെ വന്ന പ്ലേയേഴ്സ് പ്രശ്നമായി, സലയുടെ ഫോം. ഇതോടൊപ്പം എനിക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ നോക്കുമ്പോൾ ഹൈറ്റിംഗ പോയത് ശരിക്കും നമ്മൾക്കൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഹൈറ്റിംഗ വാസ് നോട്ട് ജസ്റ്റ് an assistant coach. ഹൈറ്റിംഗ ഹാഡ് സർട്ടൻ ഒരു പ്രീമിയർ ലീഗ് പ്രൂവൺ പ്ലെയർ ആയിരുന്നു. ഇപ്പൊ ബ്രോങ്കോസ്റ്റും പ്ലെയർ തന്നെ ആയിരുന്നു. പക്ഷെ ഞാൻ പറയുന്നത് എന്തോ ഒരു സാധനം ആ ടീമില്. കാരണം ബുവാച്ച് പോയപ്പോ പെപ്ലിൻഡേഴ്സ് വന്നപ്പോ ഒരു ചേഞ്ച് നമ്മൾ കണ്ടിരുന്നു, അതൊരു പോസിറ്റീവ് ചേഞ്ച് ആയി വന്നു. അപ്പൊ അസിസ്റ്റന്റ് കോച്ചസ് ഹാസ് എ ഇൻഫ്ലുവൻസ്. യു കൻ ഓൾസോ ടോക്ക് അബൌട്ട് പണ്ട് ഫെർഗ്യൂസന്റെ അസിസ്റ്റന്റ് കോച്ചസ് ആയിരുന്ന ആൾക്കാരും ഇപ്പൊ കാർലോസ് ക്വയറേഷ് ഒക്കെ മാറുമ്പോൾ ഒരു സ്റ്റൈല് മാറുന്നത് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. എനിക്ക് തോന്നുന്നു ആ ഒരു കാര്യത്തില് നമ്മൾ ഈ സീസൺ എന്തോ ഒന്ന് പാളിയിട്ടുണ്ട് ബാക്ക് റൂം സ്റ്റാഫിന്റെ കാര്യത്തിൽ തോന്നുന്നു അല്ലെ? ബാക്ക് റൂം സ്റ്റാഫ് ആക്ച്വലി പാളിയത് മാത്രമല്ല, മൊത്തത്തിൽ പാളിയിട്ടുണ്ട് തോന്നുന്നു. എനിക്ക് ഹേറ്റിംഗ് മാത്രമല്ല, നമ്മള് സെറ്റ് പീസ് ത്രോയിൻ ഏതൊരുത്തരെ കുറിച്ച് സെറ്റ് പീസ് ത്രോ ആക്കി, അത് കഴിഞ്ഞിട്ട് അവരെ അവിടുന്ന് പുറത്താക്കി. സോ മേജർ റീഷഫിൾസ് ചിലപ്പോൾ വേണ്ടി വരുമായിരിക്കും. ആസ് എൻ കംപ്ലീറ്റ്ലി റീവാംഡ് അല്ലെങ്കിലും റൈറ്റ് പീപ്പിൾ അറ്റ് ദ റൈറ്റ് സെറ്റ്. നമ്മൾ കണ്ട സെറ്റ് പീസ് ത്രോയിൻ്റെതും ചങ്ങായി വേറെന്തോ ഒരു മനുഷ്യനായിരുന്നല്ലോ. ഹി ബിക്കേം എ സെറ്റ് പീസ് സ്പെഷ്യലിസ്റ്റ് ഹിയർ.
അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ മാറ്റി ചിന്തിക്കേണ്ടി വരും. ഫിറ്റ്നസിന്റെ കേസിൽ ഐ തിങ്ക് സ്ക്വാഡ് എന്നുള്ളത് മാത്രമല്ല, ഹൂ സ്ലോട്ടേഴ്സ്, കാരണം സ്ലോട്ട് യൂഷ്വലി ചെയ്യുന്ന ഒരു പണി വെച്ചാൽ ആരെങ്കിലും ഇഞ്ചുറി ആയാല് അവര് തിരിച്ചു വന്നാൽ പോലും ഒരു മാസം എടുക്കും രണ്ടാമത് പിന്നെ കളിക്കണമെങ്കിൽ. നമ്മൾ കഴിഞ്ഞ സീസണിലൊക്കെ കണ്ടിരുന്നു, ആരെങ്കിലും ഇഞ്ചുറി ആയിട്ട് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിലും ഫിറ്റ് ആണെന്ന് പറഞ്ഞാൽ പോലും ഒരു മാസത്തോളം ബെഞ്ചിൽ കളിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടീമിലേക്ക് ഇറങ്ങാറുള്ളൂ. 10 minutes 15 minutes ഹിയർ ആൻഡ് ദെയർ അത്ര ഉണ്ട്. പക്ഷെ ഈ സീസണിൽ നമുക്ക് അതിനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അതിന്റെ ഒരു റീസൺ സ്ലോട്ട് തന്നെയാണ്. കാരണം എന്താ പറയാ, എനിക്ക് 11-12 ആൾക്കാർ ഇഷ്ടമാണ്, ആ 12 ആൾക്കാരെ മാത്രമേ ഞാൻ കളിപ്പിക്കൂ എന്നുള്ളത്. അപ്പം ആ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് പ്രോബബ്ലി ഈ ഇഞ്ചുറി ആയിട്ട് തിരിച്ചു വരുന്നവർ അപ്പൊ തന്നെ സ്റ്റാർട്ടിങ് കളിക്കേണ്ട ഒരു ഗതിയുണ്ട്. അല്ല, അവിടെ തന്നെ ഇതേ പോയിന്റ് ഓബൻ പറഞ്ഞ പോയിന്റിൽ തന്നെയാണ് അവിടെ നിന്നാണ് തെറ്റി തുടങ്ങിയത്. അതായത് തുടക്കത്തിൽ സ്ലോട്ട് തന്നെ പറഞ്ഞു, എനിക്ക് ചെറിയ സ്ക്വാഡാണ് ഇഷ്ടം, എനിക്ക് ഈ ചെറിയ സ്ക്വാഡ് വെച്ചിട്ട് പ്ലേയേഴ്സിനെ ഹാപ്പി ആയി കൊണ്ടുപോകുന്ന ഇഷ്ടം എന്നൊക്കെ സ്ലോട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അവിടെ നിന്നാണ് നമ്മുടെ സീസൺ ആ ഒരു സ്ക്വാഡിന്റെ സ്ട്രെങ്ത് ഇല്ല എന്ന് നമ്മൾ പറയുന്നതിലേക്ക് വന്നത്. കാരണം പ്രീമിയർ ലീഗിന്റെ ഒരു പറഞ്ഞോ. അല്ല, വേറൊരു പോയിന്റ് കൂടി ഉണ്ട് ഈ ട്രെയിനിങ് മെത്തേഡ്സിന്റെ കാര്യം. അപ്പൊ അന്ന് സ്ലോട്ട് വേറെ കാര്യം കൂടി പറഞ്ഞിരുന്നു. ഫ്ലോപ്പിന്റെ സമയത്ത് പ്ലേയേഴ്സ് ടയേർഡ് ആവുക, സീസൺ തീരാറാവുമ്പോഴേക്കും അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട് ഓഫ് ദി സീസണിൽ പെട്ടെന്ന് ടയേർഡ് ആവുക. അത് കാരണം നമ്മൾ പല കോമ്പറ്റീഷൻസിലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു അവസ്ഥ വരുന്ന ആ പ്ലേയേഴ്സ് ടയേർഡ് ആവുന്നതിന്റെ പ്രശ്നം. അതുകൊണ്ട് അത്ര ഇന്റൻസീവ് ആയിട്ടുള്ള ഇന്റൻസിറ്റി കൂടിയ ട്രെയിനിങ്, അങ്ങനെ അതിൽ നിന്നൊരു മാറ്റമാണ് സ്ലോട്ട് അന്ന് പറഞ്ഞത്. സ്ലോട്ട് അതാണ് ഫോളോ ചെയ്തെന്നുള്ളതാണ് ഇപ്പോ ക്ലിയർ ആവുന്നത്. ഈ സീസണിൽ നമുക്കറിയാം ഇന്റൻസിറ്റി കുറഞ്ഞതായിട്ട് പലരും പല സെക്ഷനിൽ പറയുന്നുണ്ട്. ട്രെയിനിങ് മെത്തേഡ്സ് കണ്ടിട്ടും അതൊക്കെ കണ്ടിട്ട് ഇന്റൻസിറ്റി കുറവാണ്, ട്രെയിനിങ് കുറവാണ്. അപ്പോ അങ്ങനെ ഒരു ഡിഫറൻസ് ഇതിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ അതുകൊണ്ടാണോ എന്നറിയില്ല, കുറെ ഫോറങ്ങളിൽ വായിച്ചു, അതുകൊണ്ടാണ് ഇഞ്ചുറീസ് കൂടുതൽ വരുന്നത്. ഹൈ ഇന്റൻസിറ്റിയിലുള്ള ട്രെയിനിങ്ങിൽ നിന്ന് നമ്മൾ മാറ്റം വന്നു. അപ്പൊ അത് കാരണം ഇഞ്ചുറീസ് കൂടുതലും. ഇപ്പൊ കിറ്റിക്കയുടെ ഇഞ്ചുറി തന്നെ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ എന്നാണ് എന്നുള്ളതൊക്കെ ഒരു ട്വീറ്റ് ഒക്കെ പല ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്ത് വന്നിരുന്നു. അപ്പൊ എന്താണ് അതിന്റെ അടിസ്ഥാനം കറക്റ്റ് ആണോ എന്നറിയില്ല. എന്തായാലും ഞാൻ ഉദ്ദേശിച്ചതാണ് സ്ലോട്ട് ആ ഒരു ചേഞ്ച് കൊണ്ടുവന്ന് നോക്കി. പക്ഷെ എനിവേ ഈ സീസൺ തീരുമ്പോൾ സ്ലോട്ട് ഇരുന്ന് റിവ്യൂ ചെയ്യുമ്പോൾ ഈ ചേഞ്ച് കാരണമാണ് ഈ പ്രശ്നങ്ങൾ വന്നതെന്ന് പറഞ്ഞാൽ സ്ലോട്ടിന്റെ നെക്സ്റ്റ് ആ ഒരു മെത്തേഡിൽ നിന്ന് മാറ്റി എങ്ങനെയാണോ അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക, ട്രെയിനിങ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അത് റിവ്യൂ ചെയ്ത് മാറ്റുക. അതാണല്ലോ ചെയ്യുക. ഒരു സീസണിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് സ്ലോട്ട് ശ്രമിക്കാൻ ചാൻസ്, പ്രത്യേകിച്ച് ഡാറ്റയും ഇതൊക്കെ വെച്ച് നോക്കുന്ന ഒരു മാനേജർ ആവുമ്പോൾ. അപ്പോ അങ്ങനെ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ തന്നെ ചെയ്യുന്ന വേറൊരു കാര്യം ഈ അസിസ്റ്റന്റ് മാനേജേഴ്സിന്റെ ആയിരിക്കും, കോച്ചുകൾ. സ്ലോട്ടിന് ഹീറ്റിംഗെ തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു, അത് സമ്മതിച്ചില്ല FSG. പക്ഷെ എന്തായാലും ഈ സീസൺ കഴിയുമ്പോൾ സ്ലോട്ട് എന്തായാലും FSG അടുത്ത് പറയുന്നുണ്ടാവും, നമുക്ക് കോച്ചിങ്ങിന്റെ സ്റ്റാഫ്, കോച്ചിങ്ങിന് വ്യത്യാസം വരുത്തണം. അത് കാരണം ഇന്ന സ്റ്റാഫുകളെ ഞാൻ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലേയേഴ്സ് മാത്രമല്ല, ഞാൻ സ്റ്റാഫിനെ കോച്ചുകളെയും വേറെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്, അവരെ എനിക്ക് കൊണ്ടുവരണം എന്നുള്ളത് എന്തായാലും FSGയുടെ അടുത്ത് പറയാൻ ചാൻസ് ഉണ്ട്. അപ്പോ ആ ഒരു ചേഞ്ച് കൂടി അടുത്ത സീസണിലേക്ക് കൊണ്ടുവന്ന് ഇപ്പോ ഈ ഇഞ്ചുറീസും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാനായിരിക്കും സ്ലോട്ട് ശ്രമിക്കുക എന്നാണ് എനിക്ക് ഫീൽ ചെയ്യണത്. എന്താണ് ഞാൻ അല്ല ഞാന് ഇതിപ്പോ ഈ ഒരു മേജർ ചേഞ്ച് എന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ കുറെ പ്ലേയേഴ്സിനെ ആഡ് ചെയ്തു, പുതിയ പ്ലേയേഴ്സ് ആഡ് ചെയ്തു. പോയത് ന്യൂനസും DS-ഉം ട്രെൻഡ് അലക്സാണ്ടർ ആർണോൾഡ് ആണെങ്കിലും നമ്മൾ റീപ്ലേസ് ചെയ്തിരുന്നു. വലിയൊരു ചേഞ്ച് ഇല്ല. ഇതിപ്പോ നമ്മൾ ആദ്യം ക്രിസ് പറഞ്ഞതുപോലെ തന്നെ മെക്കാലിസ്റ്റർ ചിലപ്പോ പോവും, അല്ലെങ്കിൽ ജോൺസ് ആയിരിക്കും. സോ അതിൽ ഏതെങ്കിലും ഒന്ന് ഞാൻ കണക്കാക്കുന്നു. പിന്നെ വരുന്നത് കിയേസെ ആണ്. കിയേസെ പോകുമെന്ന് പറയുന്നുണ്ട്. പിന്നെ സാല പോകുന്നുണ്ട്, റോബർട്ട്സൺ പോകുന്നുണ്ട്. മേ ബി വാൻഡേക്ക് പിന്നെ അടുത്ത സീസണേ പോകുള്ളൂ എന്ന് പറഞ്ഞു കേട്ടു. ഇപ്പൊ ഇങ്ങനെ കുറെ പ്ലേയേഴ്സ് പോകുന്നുണ്ട്. പോരാത്തതിന് വി മൈറ്റ് ബി സെല്ലിങ് അതർ പ്ലേയേഴ്സ് ടു ബൈ ഗുഡ് പ്ലേയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ വരുമ്പോ ഈ ഒരു ചേഞ്ച് തന്നെ സ്ലോട്ടിനെ കൊണ്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എഗെയിൻ ഒരു മേജർ ഓവറോൾ ഹൗ വി വിൽ അഡാപ്റ്റ്.
അത് വേൾഡ് കപ്പ് സീസൺ. പോരാത്തിന് നമ്മൾ 2027 വരെ മൂപ്പർക്ക് കോൺട്രാക്ട് ഉള്ളൂ. കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ ഒരു പ്ലാനും ഇല്ല എന്നാണ് ഇതേ അത്ലറ്റിക്കുകാരൻ പറഞ്ഞത്. അപ്പൊ ഈ മേജർ ഓവറോൾ സുദീപ് പറഞ്ഞ പോലെ കോച്ചിങ് ഡിപ്പാർട്ട്മെന്റിൽ കുറെ അഡീഷൻസ് വേണമെന്ന് പറയുമ്പോ ആകെ ഉള്ള വാൻ ബ്രോങ്കോസിനെ പറഞ്ഞു വിടൂ. വിൽ ദർ ബി 2 അസിസ്റ്റന്റ് കോച്ച്? ഇപ്പൊ ഹൈറ്റിംഗ് വരികയാണെങ്കിൽ ഒന്നിലേക്ക് മാറ്റുകയാണെങ്കിൽ മൊത്തത്തിനെ മാറ്റണ്ടേ? അപ്പൊ സ്ലോട്ടിന് അവിടെ സാധ്യത ഉണ്ടാവും. ഞാൻ ഗണേഷുമായിട്ട് കഴിഞ്ഞ 2-3 വീഡിയോ മുമ്പ് തർക്കിച്ച പോയിന്റ് അതാണ്. അതായത് 2027 വരെ കോൺട്രാക്ട് വെച്ചിട്ട് സ്ലോട്ടിനെയും ഹ്യൂസിനെയും എഡ്വേർഡ്സിനെയും വെച്ച് നമ്മൾ ഈ സീസണിലെ പരിപാടി ആക്കുന്നത് വലിയ മണ്ടത്തരമാണ്. അതായത് അതിന്റെ അർത്ഥം എന്താ? എനിക്ക് ഈ പ്രോജക്റ്റിൽ വിശ്വാസവും ഇല്ല, പക്ഷെ ഒരു കൊല്ലം കൂടി നമുക്ക് നടക്കുമെന്ന് നോക്കുക എന്നുള്ള പരിപാടിയല്ലേ. നിങ്ങൾ മാറ്റുന്നുണ്ടെങ്കിൽ ഫ്രഷ്, അതായത് ഈ സീസണിൽ ഇത്രയും ട്രാൻസ്ഫർ വിൻഡോ പരിപാടി നമ്മൾ നോക്കിയിട്ട് അടുത്ത സീസണിൽ ഇവരാരും ഇല്ല. അതായത് ഈ സീസൺ പ്ലെയർ ട്രാൻസിഷൻ, അടുത്ത സീസൺ എന്താ കോച്ചിങ് ട്രാൻസിഷനും എല്ലാരും മാറ്റുന്നു. അവരുടെ വിഷൻ വേറെ. അവർക്ക് ഞാൻ ചുമ്മാ പറയാം, അതായത് വരുന്ന സ്പോർട്ടിംഗ് ഡയറക്ടറിന് വിശ്വാസമുള്ളത് കുറച്ചും കൂടി എന്താണ് അറ്റാക്കിംഗ് സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ ആണ്. നമ്പർ 9 വേണ്ട, ഒരു ഫാൾസ് 9 മതി നമ്മൾ നിസാഖിന് എടുത്ത് വെക്കും. സോ ദാറ്റ് ഈസ് വാട്ട് ഐ എം സേയിങ്. എനിക്ക് FSGയുടെ കയ്യിൽ നിന്ന് ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല. സുദീപ് പറഞ്ഞാൽ ഇപ്പം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എന്താണ് FSG ഉദ്ദേശിക്കുന്നത്. അല്ല ഞാനതല്ല പറഞ്ഞത്. നമുക്ക് ഇപ്പൊ കോച്ചിങ് സെറ്റപ്പ് ആണ് ഇഷ്യൂ എന്നുണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റ് അല്ലേ മാറ്റം വരുന്നത്. അല്ലാതെ വേറെ പുതിയ ആള് ഈ ഒരു സിസ്റ്റം തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ട് കാര്യമില്ല. സ്ലോട്ട് വിൽ ബി ഓൾവേസ് ഡോമിനേറ്റ്. അല്ല, അതിലെന്താ വെച്ചാൽ നമ്മളിപ്പോ ഇപ്പോ ഗാർഡിയോളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അവര് ഒരു ഇത് കഴിഞ്ഞാൽ അസിസ്റ്റന്റ് മാനേജർ മാറ്റി വേറെ ആളെ കൊണ്ടുവരും എപ്പോഴും. അല്ലെങ്കിൽ ഫെർഗൂസൺ അങ്ങനെ ചെയ്തിരുന്നേ, എപ്പോഴും ഫ്രഷ് ആയിക്കൊണ്ടിരുന്നു. അപ്പൊ അതുപോലെ സ്ലോട്ടിന് എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ? സ്ലോട്ടിനപ്പോ ഒരു സീസൺ കഴിഞ്ഞ അടുത്ത സീസണിൽ കുറച്ചുകൂടി ഫ്രഷ് ആക്കാൻ വേണ്ടി ആ ഫിലോസഫി മാറുന്നില്ല, പക്ഷെ കോച്ചിങ് മെത്തേഡ്സും ഇതൊക്കെ മാറ്റം വരുത്തല്ലോ. അപ്പൊ അതിന് വേറെ ആൾക്കാരെ പുതിയ ഐഡിയാസ് ഒക്കെ ഉള്ള അസിസ്റ്റന്റ് മാനേജേഴ്സിന് കോച്ചേഴ്സിനെ കൊണ്ടുവന്നതിന്റെ എന്താ തെറ്റ്? അതൊരു നല്ല രീതിയല്ലേ? അല്ല, ഉള്ള ആൾക്കാർ എന്ത് ചെയ്യും? അപ്പോ ആൻഡ്രോക്കോസിന് കോൺട്രാക്ട് കൊടുത്ത് ഇരുത്തിരിക്കല്ലേ അവിടെ? അത് കോൺട്രാക്ട് ഒക്കെ അത് വലിയ പൈസ ഒന്നുമില്ല കോൺട്രാക്ട് ചെയ്യാനൊക്കെ. പിന്നെ മാത്രമല്ല, പുതിയ കോച്ചർമാർക്ക് ഒരു വർഷത്തെ കോൺട്രാക്ട് കൊടുക്കാൻ പറ്റും. അല്ല, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിപ്പോ മൊത്തം ടീമിനെ മാറ്റാനുള്ള സാധ്യത കുറവല്ലേ? അങ്ങനെ ഇപ്പോ കുറച്ച് പൈസ ചെലവുള്ളൂ എന്ന് പറഞ്ഞ 2027 കോൺട്രാക്ട് കഴിയുന്ന സ്ലോട്ടിനെ പുറത്താക്കാനും കുറച്ച് പൈസ മതി. സ്ലോട്ടിന്റെ എന്റെ ചോദ്യം അതാണ്. ഇത്രയും പ്ലേയേഴ്സ്, 4 പ്ലേയേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒറ്റ കാര്യം ഈ സ്ലോട്ടിന് 2027 വരെ കോൺട്രാക്ട് ഉള്ളൂ എന്നുള്ളത്, അത് കഴിഞ്ഞാൽ പിരിച്ചു വിടണം എന്നുള്ളത് നേരത്തെ തീരുമാനിച്ചു വെക്കില്ല. അത് ആ സമയത്ത് ഒരു റിവ്യൂലേ ചെയ്യുള്ളൂ. എപ്പോഴും ഈ സ്ലോട്ട് വെച്ച് ഫോർവേഡ് എന്നുള്ള പ്രോജക്റ്റ് ആയിട്ട് FSG ആലോചിക്കുള്ളൂ. അല്ലാണ്ട് 2027 സ്ലോട്ടിനെ പറഞ്ഞു വിടണല്ലോ എന്ന് വിചാരിച്ചല്ല ഇപ്പോ അവര് നിൽക്കാണ്. സ്ലോട്ടാണ് പ്രോജക്റ്റ് എന്നുള്ള രീതിയിലാണ് അവർ പ്ലാൻ ചെയ്യാന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അത് നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും ഉള്ളില്, സ്ലോട്ട് 2027 വരെ ഉണ്ടാവുന്നു. പക്ഷെ FSG അങ്ങനെയല്ല. FSG കൃത്യമായിട്ട് മെത്തോഡിയോളജിക്കലായിട്ട് അവര് ഒരു പ്ലാനും പ്രോജക്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അതനുസരിച്ചാണ് അവര് പ്ലാൻ ചെയ്യാന്ന് പറയാം. അവര് ഇങ്ങനെ ഫാൻസ് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അപ്പോ സ്ലോട്ടിനെ 2027 ഫ്രീ ആയിട്ട് വിടാൻ കാശ് കൊടുക്കേണ്ടി വരില്ല എന്നും അല്ല ആലോചിക്കുക. ഇപ്പോ റെഡ് സോക്സ് കണ്ടാ അറിയാലോ. റെഡ് സോക്സില് കഴിഞ്ഞ വർഷവും പറഞ്ഞു, അതിന് മുമ്പത്തെ വർഷം പറഞ്ഞു മാനേജറെ മാറ്റണം. പക്ഷെ ആള് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് ഇത്തവണ സീസൺ ഇത്തിരി മോശമായിട്ട് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ആള് തന്നെയാണ് ഇപ്പോഴും ഫാൻസ് പറയേണ്ട, ആളെ പുറത്താക്കണം, ടീമിനെ സെല് ചെയ്യണം, FSG ടീമിനെ തന്നെ സെല് ചെയ്യണം എന്ന് പറയുന്നത്. പക്ഷെ അതൊന്നും ബാധിക്കില്ല. FSGക്ക് ഒരു അപ്രോച്ച് ഉണ്ട്, ഒരു പ്രോജക്റ്റ് ഒരു അപ്രോച്ച് ഉണ്ട്. ആ അപ്രോച്ചിലാണ് FSG ലിവർപൂളിലും അങ്ങനെ തന്നെയാണ് ഫംഗ്ഷൻ ചെയ്യുക. അതാണ് ഞാൻ പറഞ്ഞത്, സ്ലോട്ടിനെ വെച്ചിട്ടുള്ള ഫ്യൂച്ചർ എന്നുള്ള രീതിയിലായിരിക്കും അവർ പ്ലാൻ ചെയ്യാന്ന് പറയാം. അങ്ങനെ സ്ലോട്ട് 2027 കഴിഞ്ഞാൽ ഉണ്ടാവുന്നല്ല ഞാൻ പറയണത്. പക്ഷെ അങ്ങനെയാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത്. ഇവരുടെ ഒരു പെർസ്പെക്റ്റീവ് ഞാൻ പറഞ്ഞതാണ്. അത് FSGയെ ഒരു 10 വർഷമായിട്ട് നമുക്ക് അറിയാലോ. പ്രോജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നന്നായി കളിക്കാനാണോ, അല്ല ബാക്കിയുള്ള ഫാൻസ്, നമ്മുടെ ഫാൻസിനെയൊക്കെ
വട്ടുപിടിപ്പിക്കാനാണോ പ്രോജക്റ്റ് നമുക്കറിയില്ല. എനിക്കറിയില്ല സത്യം പ്രോജക്റ്റ് അല്ല ഉദ്ദേശിച്ചത് ഇത് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ചോദ്യം നമ്മളെ അല്ല അതായത് നമ്മളെ അടിച്ച് പഠിക്കുകയാണ്. എന്താ പ്രോജക്റ്റ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് എപ്പോ കപ്പടിച്ചു കഴിഞ്ഞാലും അടുത്ത സീസൺ ഇങ്ങനെയാണ്. ചാമ്പ്യൻസ് ലീഗ് അടിച്ചു, അടുത്ത സീസൺ വെറും അലമ്പ്. പ്രീമിയർ ലീഗ് അടിച്ചു, അടുത്ത സീസൺ വെറും അലമ്പ്. എന്തത് പരീക്ഷിക്കേ? വെറും പരീക്ഷണം മാത്രം. അതായത് ഒരു ഡോമിനേഷൻ എന്ന് പറയുന്നത് ഫോളോ ത്രൂ തന്നെ ഇല്ല. അങ്ങനെ അത് ഫോളോ അപ്പ് ചെയ്ത് ഒരു സീസൺ, ഒരു 3 കണ്ടിന്യൂസ് സീസൺ അല്ലെങ്കിൽ 4 കണ്ടിന്യൂസ് സീസൺ നമ്മൾ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കേണ്ട സമയം ഈ ട്രാൻസിഷൻ വന്നു ഇല്ല എന്ന് പറയുന്നില്ല. എപ്പോഴും എല്ലാ കൊല്ലവും ഇതിപ്പോ പ്രോജക്ട് എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ PhD പ്രോജക്ട് പോലെ 4-5 കൊല്ലാവും. അവസാനം തീസിസ് ഒക്കെ മൊത്തം സബ്മിറ്റ് ചെയ്യുമെന്ന് തന്നെ അറിയില്ല. അല്ല ഈ അല്ല, അത് സമ്മറില് ഈ പ്രോജക്ട് ഒറ്റ സെക്കൻഡ്, അത് വ്യത്യാസമുണ്ട്. ട്രാൻസിഷൻ പറഞ്ഞു കുറെ കാലം പ്രോജക്ട് എന്ന് പറഞ്ഞു. ട്രാൻസിഷൻ കഴിഞ്ഞിട്ട് ഗെയിം കളിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. അതിൽ ഒറ്റ കാര്യം ഡിഫറൻസ് ഉണ്ട്. ഇതിനു മുമ്പ് ശരിയാണ്, ക്ലോപ്പ് ചാമ്പ്യൻ ആക്കിയതിനു ശേഷം നമുക്ക് ഇതുപോലെ ഒരു ഡൗൺഫോൾ വന്നു. പക്ഷെ അന്നത്തെ പോലെയല്ല ഇന്നത്തെ സിറ്റുവേഷൻ. അത് ക്ലോപ്പിന്റെ എറയാണ്. അത് ആ എറയെന്ന് പറഞ്ഞ കുറെ കാലങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ക്ലോപ്പ് 5 വർഷം കഴിഞ്ഞിട്ട് ട്രോഫി ജയിച്ചിട്ടുണ്ട്. അതിന് കഴിഞ്ഞിട്ടുള്ള സീസണിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല, ഒരു പുതിയ ഇതിലേക്ക് മാറുകയാണ്. ഈ ക്ലോപ്പിന്റെ സ്കോഡിൽ നിന്ന് മാറി പതുക്കെ അതാണ് പുതിയ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. സ്ലോട്ടിനെ വെച്ചുള്ള അതെങ്കിൽ സ്ലോട്ട് പ്രോജക്റ്റ് എന്ന് പറയണ്ട, അങ്ങനെ പറയുന്നതാണ് പ്രശ്നമെങ്കിൽ. പോസ്റ്റ് ക്ലോപ്പ് എറ എന്ന് പറയാലോ, അതൊരു പ്രോജക്ട്. പോസ്റ്റ് ക്ലോപ്പ് എറ പ്രോജക്ട്, ആ പ്രോജക്റ്റ് ആണ് നടന്നുകൊണ്ടിരിക്കണെന്നാണ് ഞാൻ പറഞ്ഞത്. അതിലിപ്പോ സ്ലോട്ടാണ് ഇപ്പൊ തൽക്കാലം മാനേജറിനേ ഉള്ളൂ. പക്ഷെ ഇതേ സ്റ്റൈലുള്ള സ്ലോട്ടിനെ മാറ്റിക്കഴിഞ്ഞ് ഇതേ സ്റ്റൈലുള്ള FSGക്ക് കീഴിൽ നിൽക്കുന്ന വേറൊരു മാനേജർ വന്നു എന്നായിരിക്കും. ഈ സ്ലോട്ട് എന്നുള്ള പേരാണ് പ്രശ്നമെങ്കിൽ പ്രോജക്റ്റ് ഇതാണ് പ്രോജക്റ്റ്. അപ്പോ അതനുസരിച്ചാണ് ഇതാണെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, ഈ ഹ്യൂസും എഡ്വേർഡ്സിന്റെ ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടണ്ടേ? അവരും 2027 പോവാണെങ്കിൽ ആ പ്രോജക്റ്റ് അവിടെ നിൽക്കില്ലേ? നമുക്ക് ഇത് ഒരു ന്യൂ മാനേജർ, ന്യൂ സ്പോർട്ടിംഗ് ഡയറക്ടർ, ന്യൂ ഡയറക്ടർ ഓഫ് ഫുട്ബോൾ ഒക്കെ വന്നു കഴിഞ്ഞാൽ വീണ്ടും റീസെറ്റ് അല്ലേ? അവര് ഒരു കണ്ടിന്യൂഷൻ എങ്ങനെ ഉണ്ടാവും? അതൊരു സ്പെക്കുലേഷൻ ആണ്. അവര് കണ്ടിന്യൂ ചെയ്യില്ലാന്ന് വെറുതെ പറയുന്നല്ലേ മീഡിയ. അവര് കണ്ടിന്യൂ ചെയ്യില്ലാന്ന് അവര് പറഞ്ഞിട്ടില്ല. കണ്ടിന്യൂഷൻ ചെയ്യുന്നതിന് പകരം ഒരു റീസ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതാണ്. ആ അവസ്ഥയിലേക്ക് ഞാൻ എത്തി സത്യം പറയുകയാണെങ്കിൽ. അതായത് കളി നമ്മൾ വരെ പോയി മര്യാദയ്ക്ക് കളിക്കും ഇയാളുടെ ഐഡിയ ഒന്നും ഇല്ലാതെ. അതായത് അയാൾക്ക് തന്നെ ഐഡിയ ഇല്ല, ജസ്റ്റ് പോയി കളിക്കണ മക്കളെ എന്ന് പറയുന്ന പോലെയാണ്. നമ്മള് എന്ത് ഐഡന്റിറ്റിയാണ് നമ്മുടെ കളിക്കുള്ളത്? ഏത് വേ ഓഫ് അറ്റാക്കിംഗ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്? ക്രിസ് പറയുന്ന പോലെ ഓപ്പണന്റ് തല്ലിപ്പുളയെ കളിച്ച് നമ്മൾ ജയിക്കും എങ്ങനെയെങ്കിലൊക്കെ, അത്രയേ ഉള്ളൂ. അതാണോ ടാക്ടിക്സ്? അതാണോ നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ലിവർപൂൾ? ഇതാണോ പ്രോജക്റ്റ്? എനിക്കറിയില്ല. പ്രോജക്റ്റ് എന്ന് പറഞ്ഞു പ്രോജക്റ്റ് ഇരുന്നോട്ടെ, ലോങ് ടേം ആയിക്കോട്ടെ, എത്രയോ പോട്ടെ, കളിക്കണ്ടേ? ബേസിക് ഗ്രൗണ്ട് ഫുട്ബോളിൽ കാണാൻ പറ്റുന്ന പോലെ കളിക്കണ്ടേ? ഒരു ഐഡന്റിറ്റി വേണ്ടേ ലിവർപൂളിന്? അപ്പൊ സ്ലോട്ടിന് ഞാൻ കുറ്റം പറയില്ല. പ്ലേയേഴ്സ് മാറി എല്ലാം പോട്ടെ, ഉള്ള ആൾക്കാരെ വെച്ച് ഒരു മര്യാദയ്ക്ക് ഒരു പാസിംഗ് പാറ്റേൺ വെച്ചിട്ട് മര്യാദയ്ക്ക് ഒരു കളി കളിച്ചൂടെ? ഞാൻ അതേ എക്സ്പെക്ട് ചെയ്യുന്നു. ലീസ്റ്റ് എക്സ്പെക്ടേഷൻ ഓൺ ദ ഫീൽഡ് യു ഷുഡ് പ്ലേ പ്രോപ്പർ ഫുട്ബോൾ, യു ഷുഡ് ഡിസ്പ്ലേ പ്രോപ്പർ ഫുട്ബോൾ. അത് സ്ലോട്ട് ആയിക്കോട്ടെ, ഇനി വേറെ ആരെങ്കിലും വന്ന് ജെറാഡ് ആണോ ആരോ ഏത് കോച്ചോ ആയിക്കോട്ടെ, ലെറ്റ് ഇറ്റ് ബി ABC XYZ, എനിക്കറിയണ്ട. മര്യാദയ്ക്ക് കളിക്കല്ലോ. ഈ കളിക്കുന്നവർക്ക്, ഈ പ്ലേയേഴ്സിനൊക്കെ ഫുട്ബോൾ തന്നെയാണ് ജീവിതം. അവർക്കറിയാം എങ്ങനെ കളിക്കണം. അതായത് കോച്ച് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ കളിക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് കളിക്കാൻ അറിയാം. ബിക്കോസ് 24/7 ദേ തിങ്ക് അബൌട്ട് ഫുട്ബോൾ ആണ്. നമ്മളൊക്കെ പാർട്ട് ടൈം വെറുതെ ഞായറാഴ്ച ഒക്കെ പോയി കളിക്കാൻ പോകുന്നു മാത്രം. ബാക്കിയുള്ള സമയത്ത് നമ്മുടെ ജോലി ചെയ്യുന്നു. പക്ഷെ അവർക്ക് ഇതന്നെയാണ് പണി. ത്രൂ ഔട്ട് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുക, ഇതിനെക്കുറിച്ച് തിയറി ക്ലാസ് പഠിക്കുക, വീട്ടിൽ പോവുക. ഇത് തന്നെയാണ് ത്രൂ ഔട്ട് അവരുടെ പണി. അപ്പൊ അവരെ കൊണ്ട് ഇയാളുടെ സ്റ്റൈൽ ഓഫ് പ്ലേ ഡിസ്പ്ലേ ചെയ്യിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അയാളെ കൊണ്ട് എന്ത് സാധിക്കും? ഈ പ്രോജക്റ്റ് എങ്ങോട്ടാ പോണേ? അയാൾക്ക് തന്നെ എല്ലാ പ്ലേയേഴ്സിനും വാങ്ങിച്ചു കൊടുത്തിട്ട് പിന്നെയും ഇതേ ബോറിംഗ് ഡിസ്പ്ലേ ഓഫ് ഫുട്ബോൾ കാണിക്കാനാണോ? എത്ര കാലം പ്രോജക്റ്റ് ദുരന്തം ആയിരിക്കും മൊത്തത്തില്. അതാണ് പ്രശ്നം. പ്രോജക്ട് ദുരന്തർ. നമ്മളിപ്പോ ഇയാള് പാകിസ്ഥാനിൽ പോയ പോലെ നമുക്ക് കിട്ടിയ ഒരാളാണ് സ്ലോട്ട്. പ്രശ്നം ഞാൻ പറയാം, ഈ പ്രോസസ്സിന്റെ ഈ ഒരു ആർസണൽ ഫോളോ ചെയ്യുന്ന ഇതേ മെത്തേഡാണ്. ബട്ട് ഇറ്റ് വിൽ ടേക്ക് യു 7-8 years. ഇപ്പം ആർസണൽ എത്തിയിരിക്കുന്ന ലെവലില്. ബട്ട് ഐ ഡോണ്ട് നോ, അത് ശരിക്കും ഈ സമ്മറിൽ ചെയ്യേണ്ടത് ഒരു കാര്യം
ഇനി സ്റ്റിൽ ഇറ്റ്സ് നോട്ട് ദെയർ പീക്ക് സീസൺ റൈറ്റ്. ആർസണൽ അതാണ് plan എങ്കിൽ ഇങ്ങനെ മതി comedy എന്ന് പറഞ്ഞ ആയിരിക്കും. അതെ, അവരിക്കാണ്. അതാണ് നമുക്ക് അങ്ങനെയല്ലല്ലോ. ഇതിന്റെ ഒരു തിയറി എന്താന്ന് വെച്ചാല് ബേസ് ഈസ് ടു ഗെറ്റ് ടോപ്പ് 4. ഈ ലിവർപൂൾ ഓണേഴ്സ് ആണെങ്കിലും ആർസണൽ ആണെങ്കിലും ഇപ്പത്തെ ചെൽസി ആണെങ്കിലും ടോപ്പ് 4 എത്തുക, ഈവൻ യുണൈറ്റഡ് ടോപ്പ് 4 എത്തുക, എനിത്തിങ് ഓവർ ആൻഡ് അബവ് ഇസ് എ ബോണസ്. അതായത് ടോപ്പ് 4 എത്തിക്കഴിഞ്ഞാൽ തന്നെ ക്ലബിന്റെ ഫ്യൂച്ചർ ഏകദേശം സോർട്ടഡ് ആണ് നെക്സ്റ്റ് സീസണിലേക്ക്. ബിക്കോസ് റവന്യൂ വന്നു, പ്ലേയേഴ്സിനെ സൈൻ ചെയ്യാൻ പറ്റും, നല്ല ഡീൽസ്, അത് ഇത് സ്പോൺസർഷിപ്പ്. ഇതിനൊരു കോട്ടം തട്ടുന്നത് ടോപ്പ് 4 എത്തിയില്ലെങ്കിൽ മാത്രമാണ്. വിച്ച് ഇസ് വൈ ഞാൻ ഈ ഡിസംബർ തൊട്ട് പറഞ്ഞതെന്ന് സ്ലോട്ട് വിൽ ഗെറ്റ് സ്ലോട്ട് ഇഫ് ഗെറ്റ്സ് ടോപ്പ് 4 ഹി വിൽ കണ്ടിന്യൂ ഫോർ നെക്സ്റ്റ് സീസൺ. അതിലൊരു സംശയമില്ല. ഇപ്പൊ സംഭവിക്കാൻ പോകുന്ന എനിക്ക് തോന്നുന്നതാണ്, എൻ്റെ ഒരു അസംഷൻ ആണ്, ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോ കഴിഞ്ഞാൽ നമ്മൾ ടോപ്പ് 4 എത്തിക്കഴിഞ്ഞാൽ സ്ലോട്ട് വിൽ ബി ദ മാനേജർ. ഒരു ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ ആവുമ്പോൾ വി വിൽ അനൗൺസ് ദാറ്റ് ഹ്യൂസ് ആൻഡ് എഡ്വേർഡ് വിൽ ബി ലീവിംഗ് ദ ക്ലബ്. There will be a new sporting director joining the club soon, a new system എന്ന് പറഞ്ഞു. അവര് വരും ആദ്യം ഒരു മാർച്ച് ഏപ്രിൽ ആവുമ്പോൾ ഒരു സ്പോർട്ടിംഗ് ഡയറക്ടറും ഒരു ഡയറക്ടർ ഓഫ് ഫുട്ബോൾ വാട്ട് എവർ ഇറ്റ് ഇസ് വരും. Then in the summer, based on how we do, they can easily fire Slot. അല്ലെങ്കിൽ സ്ലോട്ടിന്റെ കോൺട്രാക്ട് എന്തെങ്കിലും കഴിഞ്ഞല്ലോ, Slot will go. If we do well, Slot may get an extension. That is, I think, what's going to happen, because FSG ക്ലോപ്പ് പോയപ്പോഴും ചെയ്തത് അതാണ്. ആദ്യം അപ്പോയിന്റ് ചെയ്തത് നെക്സ്റ്റ് സ്പോർട്ടിംഗ് ഡയറക്ടറും ഡയറക്ടർ ഓഫ് ഫുട്ബോളാണ്. ഡയറക്ടർ ഓഫ് ഫുട്ബോളിന്റെ ആവശ്യം ഇല്ല, ബിക്കോസ് FSG മൾട്ടി ക്ലബ് ഓണർഷിപ്പ് പരിപാടി നിർത്തിയിരിക്കുന്ന പറഞ്ഞത്. സോ നടക്കാൻ പോകുന്ന കാര്യം മോസ്റ്റ് പ്രോബ്ലി അതാണ്. ഈ ടോപ്പിക്ക് നമുക്ക് എനിക്ക് തോന്നുന്നു ഈ സമ്മർ മൊത്തം ഈ ടോപ്പിക്ക് നിൽക്കുമായിരിക്കും. വിൽ മൂവ് ഓൺ ടു ചാമ്പ്യൻസ് ലീഗ്, അതർ മാച്ചസ്, മാച്ച് ഓഫ് ദ സീസൺ, ഫുട്ബോൾ എങ്ങനെയായിരിക്കണം എന്ന് ഡിഫെൻഡിങ് പോയിന്റ് ഓഫ് വ്യൂ, അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് ആയിരുന്നു ബയൺ മ്യൂണിച്ച് വേഴ്സസ് റയൽ മാഡ്രിഡ്. ഐ എൻജോയ്ഡ് ദ ഗെയിം. ഇറ്റ് വാസ് ഹാരി കെയ്ൻ, എംബാപ്പെ, വിനി, ഡിയാസ്. ഐ മീൻ ഇറ്റ് വാസ് ബോക്സ് ഓഫീസ് അല്ലെ. വേൾഡ് കപ്പിന്റെ ഒരു ക്വാർട്ടർ ഫൈനൽ കണ്ട ഒരു സുഖം ഉണ്ടായിരുന്നു. സ്റ്റാർ സ്റ്റഡഡ് ഗെയിമാണ്. എന്ത് സ്റ്റാർ പ്ലേയേഴ്സ് ആണ് ഗ്രൗണ്ടിൽ. And everybody delivered. And both coaches, Arbeloa ആണെങ്കിലും കൊമ്പൻ ആണെങ്കിലും, they let them play. ഓപ്പൺ ഗെയിം ആയിരുന്നു. ഗെയിം നല്ല നല്ല എൻഡ് ടു എൻഡ് ഗെയിം ആയിരുന്നു. അതായത് രണ്ടുപേരും ജയിക്കാൻ, ബയൺ മ്യൂണിച്ച് ഡിഫെൻഡ് ചെയ്ത് കളിച്ചൊന്നുമില്ല, രണ്ടുപേരും സ്കോർ ചെയ്ത് കളിക്കാൻ തന്നെയാണ് നോക്കിയത്. സോ കളി കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മള് ഒളീസയെ ആയിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. കാരണം കുറെ ചീക്കി മൂവ്സ് ഒക്കെ ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഹോൾഡ് അപ്പ് പ്ലേയിലൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ DS വേഴ്സസ് അലക്സാണ്ടർ ആർണോൾഡ് നമ്മള് ട്രെയിനിങ്ങിൽ തന്നെ നമ്മുടെ ഗ്രൗണ്ടിൽ കണ്ടതാണ്. സോ DS അഗെയിൻ ഗോട്ട് ബെറ്റർ ഓഫ് ട്രെൻഡ് എന്ന് പറയാം. സുഖമായിട്ട് അങ്ങനെ ഡ്രിബിൾ ചെയ്ത്, ഒരു പ്ലെയറെ മുന്നിൽ ഇല്ല എന്ന് പറയുന്ന പോലെ ഡ്രിബിൾ ചെയ്ത് അങ്ങനെ കയറി. അഗെയിൻ അർഡാഗുലറിന്റെ ഫ്രീ കിക്ക് അടിപൊളിയായിരുന്നു. പിന്നെ ആ റെഡ് കാർഡ് എന്ന് പറയാൻ, ആ ഒരു ഫൗളില് സെക്കൻഡ് എല്ലോ കൊടുക്കണമെന്ന് ഞാൻ കൊടുക്കില്ല. ഞാൻ റെഫറി ആണെങ്കിൽ കൊടുക്കില്ല. ഒരു വാർണിംഗ് ആവാം. അതെ, സെക്കൻഡ് എല്ലോ ഫസ്റ്റ് വാർണിംഗ് പോലും കൊടുക്കാതെ ഈ പ്ലേയേഴ്സ് പോയിട്ട് പ്രഷർ ചെയ്ത പിന്നെയാണ് അയാൾ എടുത്തു കൊടുത്തത്. ഇല്ലെങ്കിൽ അയാൾ കൊടുത്തിട്ടുണ്ടാവില്ല. അത് യൂഷ്വലി ഓപ്പോസിഷൻ പ്ലേയേഴ്സ് എന്തായാലും റഷ് ചെയ്യും സെക്കൻഡ് എല്ലോ എന്ന് പറയുമ്പോൾ. ആ ഒരു സിറ്റുവേഷൻ കാമായിട്ട് നോക്കിയിട്ട് യെല്ലോ കൊടുക്കാതിരുന്നാൽ മതിയായിരുന്നു. കാരണം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, നമ്മൾ AC മിലാന്റെ കൂടെ ജെറാർഡിനെ ഗട്ടൂസോ ഫൗൾ ചെയ്ത് വീഴ്ത്തുമ്പോൾ ഗട്ടൂസോ ഓൾറെഡി ഓൺ യെല്ലോ ആണ്. ആ പെനാൽറ്റിക്ക് യെല്ലോ കൊടുത്തില്ല. അന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ AC മിലാൻ അപ്പൊ തന്നെ 10 ആള് കളിക്കേണ്ടി വന്നത്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ തന്നെ യെല്ലോ കൊടുക്കാത്ത റെഫറി ഈ ഒരു സിറ്റുവേഷൻ, അത് മേ ബി കൗണ്ടറിന്റെ സ്റ്റാർട്ടിംഗ് ആണ്, കൗണ്ടർ ചെയ്തിട്ടൊന്നുമില്ല ഹാരിക്കെയിന്റെ ബോള്. അപ്പൊ എനിക്ക് ആ ഒരു ഡിസിഷൻ ഹാർഷായിട്ട് തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഗെയിം ചേഞ്ച് ചെയ്തത്. ആ സമയത്ത് ഈക്വൽ ആയിരുന്നു സ്കോർ. പിന്നെയാണ് DS ബോൾ. കമാവിംഗ സെക്കൻഡ് എല്ലോ അല്ലേ? റെഫറി മറന്നുപോയതാ. റെഫറി യെല്ലോ കൊടുത്ത്, ഫസ്റ്റ് യെല്ലോ ആണ് വിചാരിച്ചിട്ട് യെല്ലോ കൊടുത്തിട്ട് തിരിഞ്ഞു നടക്കുമ്പോ ഹാരി കെയ്ൻ സെക്കൻഡ് യെല്ലോ ആണ് ചെക്ക് ചെയ്യുന്നത്.
ഞാൻ അതാ പറഞ്ഞേ, ആ യെല്ലോ കൊടുക്കേണ്ട കാര്യം ഇല്ല എന്നാ. ഫസ്റ്റ് വാർണിംഗ് പോലും കൊടുത്തിട്ടില്ല. അല്ല ഒരു യെല്ലോ കഴിഞ്ഞിട്ട് 2 വാർണിംഗ് കഴിഞ്ഞിട്ടാണ് യൂഷ്വലി സെക്കൻഡ് യെല്ലോ കൊടുക്കാറുള്ളത്. ഇപ്പോ അവിടെയാണ് അയാള് second മറന്നു yellow ആണെന്നുള്ള കൊടുത്തതാണ്. കാര്യം മറന്നു. അപ്പൊ അയാൾ ഫസ്റ്റ് അതെ, യെല്ലോ അതെ. ആണെന്ന് വിചാരിച്ച് കൊടുത്തിട്ട് ഇനി പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ സെക്കൻഡ് അതെ, അതെ. റെഡ് കൊടുത്ത്. അയാൾ അറിയാതെ ഈ- ചെയ്തതാണ്, അയാൾ നോട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അതെ. കാമവിംഗ ഇൻ ഇറ്റ്സെൽഫ് ഇസ് സ്റ്റുപ്പിഡ് ആണ്. കാരണം കഴിഞ്ഞ സീസണിൽ ഇതേ റെഡ് കാർഡ് കാമവിംഗ വാങ്ങിയിട്ടുണ്ട്. പന്ത് അടിച്ചു കളഞ്ഞിട്ട് ഏത് വെറുതെ കളിയേത് ഏത് കളിയായിരുന്നു എനിക്ക് ഓർമ്മയില്ല. ഫസ്റ്റ് യെല്ലോ ഉണ്ടായിരുന്നു. ഫസ്റ്റ് യെല്ലോ കിട്ടി അതെ. കഴിഞ്ഞിട്ട് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ബോൾ പുറത്തേക്ക് അടിച്ചെടുത്ത് അടിച്ചു എന്നിട്ട് കളഞ്ഞു. സെക്കൻഡ് യെല്ലോ വാങ്ങിട്ട് പോയതാണ്. ഇത് ഒരു പാറ്റേൺ ആണ് കാമവിംഗിനെ സംബന്ധിച്ചോളം. ഈ കേസിൽ പക്ഷെ റെഫറി ഡിഡ് റിയലൈസ് ദാറ്റ് ഇത് സെക്കൻഡ് യെല്ലോ ആണെന്ന് വിചാരിച്ചിട്ടില്ല. എന്നാലും ബോൾ എടുത്ത് അതെ. നടക്കേണ്ട ഒരു ആവശ്യം നമുക്ക് ഇല്ല. അവിടെ ഫൗള് വിളിച്ച് ഓക്കെ, ബോളും കൊണ്ട് എങ്ങോട്ടാ പോകുന്നത്? ഐ തിങ്ക് ഈ പറഞ്ഞ പോലെ മറന്നതായ മണം കാരണം അത്രയും വലിയൊരു ഗെയിമിൽ അത് സ്പോയിൽ ചെയ്യേണ്ട കാര്യം അവിടെ റെഫറിക്ക് ഇല്ലായിരുന്നു. ലൈക് സംടൈംസ് യു നോ ദ റൂൾസ് ബട്ട് യു ഡോണ്ട് നോ ദ ഗെയിം എന്ന് പറയുന്ന പോലെ. പക്ഷെ ആ ഒരു- ഞാനത് പറയുമ്പോ ഹാരിക്കെയിന്റെ ഒരു കോട്ട് ഉണ്ടായിരുന്നു ഈ യെല്ലോ കാർഡിന് വേണ്ടി. ഇത്രയും കാലം റിയൽ മാഡ്രിഡിന്റെ ഫേവർ ആയിരുന്നു കുറെ ഡിസിഷൻസ് ഒക്കെ. ഇനി ബാക്കിയുള്ളവർക്ക് കിട്ടുമ്പോ അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അതൊരു പോയിന്റ്. അത് ശരിയാണ്. ഹാരിക്കെയിന് തന്നെ അത് correct. അറിയാം അത് ആ യെല്ലോ അറിയാതെ കൊടുത്താണെന്ന് ഹാരിക്കെയിൻ തന്നെ അത് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതാ ഹാരിക്കെയിനൊക്കെ അപ്പീൽ ചെയ്തിട്ടാണ് അത് കിട്ടിയത് കൂടി. ആള് അതെ. full- അല്ല, അയാളിപ്പോ ഫസ്റ്റ് യെല്ലോ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും. അയാൾക്ക് അതെ, പിന്നെ അതെ, ഓർമ്മ കൊടുത്തിയാണ് അവര്, വേറൊന്നല്ല. അതെ അതെ. അതെന്തായാലും എനിക്ക് ആ നല്ല ഒരു അപ്പീലൊക്കെ കാണുമ്പോഴേ നമുക്ക് മറ്റേ മൊറീഞ്ഞോയുടെ ഒരു ഇതാണ് വരുന്നത്. മൊറീഞ്ഞോയുടെ ആ ടോട്ടനം ഹോട്ട്സ്പറില് ഫൗൾ ചെയ്ത് താഴെ വീഴ്ത്തും. അപ്പൊ ഈസ് ഓൾറെഡി ഓൺ യെല്ലോ എന്ന് പറഞ്ഞ അസിസ്റ്റന്റ് കോച്ച് ഓർമ്മിപ്പിക്കും. അപ്പൊ ആ ഒരു ഓടി വരവുണ്ട് മറ്റേ എക്സ്റ്റേണൽ റെഫറിന്റെ അടുത്ത് ഓടി വരും. കൊടുക്കണ മഞ്ഞ കൊടുക്കട്ടെ. അമ്മാതിരിയാണ്. ഓൾറെഡി മഞ്ഞുണ്ട്, കൊടുക്കറണ്ട് എന്ന് പറഞ്ഞു. മറ്റേ മൂസിയാലേക്ക് പുറകെ ഓടുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് എടുത്ത് കൊടുത്തത്. എന്നാ പിടിച്ചു വന്നത്. I think Company and Arbeloa deserve a lot of credit for that game. ഇന്നത്തെ ഈ പറയുന്ന അടിപൊളി. wannabe എന്താ പറയാ ഈ ഓവർ കൺട്രോളിംഗ് മാനേജേഴ്സ്, ഈവൻ അർട്ടേറ്റ ഫോർ ദാറ്റ് മാറ്റർ, ആൻഡ് എല്ലാവരും ഒരു സ്ലോട്ടും ഫോർ ദാറ്റ് മാറ്റർ, എവറിബഡി ദേ ഡോണ്ട് ലെറ്റ് ദ പ്ലേയേഴ്സ് എക്സ്പ്രസ് ദംസെൽവ്സ്. പ്ലേയേഴ്സ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ റിസൾട്ട് അപ്പുറത്തും വരും. ബട്ട് ഇറ്റ്സ് സംതിങ്. ദിസ് ഇസ് ഹൗ ബയേൺ വേഴ്സസ് റയൽ മാഡ്രിഡ് ഷുഡ് ബി. കറക്റ്റ്. ഞാനതാ പറഞ്ഞേ, ഏതായത് ഒരു പ്ലെയർ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ നീ പൊക്കോ, ഞാൻ പുറകിണ്ട്, ഞാൻ ഡിഫെൻഡ് ചെയ്യാ. അമ്മാതിരി ഒരു അണ്ടർസ്റ്റാൻഡിങ് ലെവലായിരുന്നു. ആ ഒരു ഡിഫൻഡർ കയറി പോകുന്നു, ഓക്കെ ഞാൻ ഹീസ് അപ് ദെയർ, ഞാൻ ഡിഫെൻഡ് ചെയ്യണം. അങ്ങനെ ഒരു എന്താ പറയാ പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കളിച്ചു. എന്താ പറയാ അവന്മാരുടെ പോക്കിന് വിട്ടു. നിങ്ങൾ കളിക്കുക, നിങ്ങൾ ഗെയിമിനനുസരിച്ച് മാറി ട്രാൻസ്ഫോം ചെയ്ത് കളിക്കുക എന്ന് പറഞ്ഞിട്ടായിരുന്നു കളിച്ചത്. സോ അതായത് ഈ സീസണിൽ നമ്മൾ കുറെ കളി കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പൊ സ്പോർട്ടിംഗ് ബോർഡോ ആണെങ്കിലും ഒരു ടീം ഡോമിനേറ്റ് ചെയ്തിട്ട് കളിയാണ് കണ്ടത്. 2 ടീമും മര്യാദയ്ക്ക് കണ്ട കളി ആദ്യമായിട്ടാണ്. നല്ലൊരു രസമുണ്ട് കളി കാണാൻ. എനിക്ക് ഇനി ഇതുപോലെയുള്ള ഗെയിം ഞാന് അല്ല കളി രസമായിരുന്നു. മര്യാദക്ക് കളിച്ചു എന്നുള്ളത്. അറ്റാക്കിംഗ് മര്യാദക്കായിരുന്നു. ഡിഫൻസ് ഒക്കെ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ജയിക്കണ്ടേ, നല്ല സ്കോർ ചെയ്താലേ നടക്കുള്ളൂ. നല്ല അതായത് ഇപ്പൊ ആ ട്രെന്റ് അലക്സാണ്ടർ ആർണോൾഡിന്റെ ബോള് എംബാപ്പെ ഗോൾ അടിച്ചെങ്കിൽ ആ ഗെയിം അവിടെ തീർന്നേനെ. എമ്മാതിരി മിസ്സായിരുന്നു. അടിപൊളി സേവ് ആയിരുന്നു, സ്ട്രൈറ്റ് അറ്റ് നോയർ. പക്ഷെ അത് മറ്റേ എന്താ പറയാ വേൾഡ് കപ്പ് ഫൈനലിൽ ഇതുപോലെയാണ് ഗോൾ അടിച്ചത് അർജന്റീനയ്ക്കെതിരെ. എനിക്കത് ഓർമ്മയുണ്ട്. ഗോ ത്രൂ അതർ മാച്ചസ്, കാരണം നമ്മുടെ മാച്ചിനെ കുറിച്ച് സംസാരിക്കാൻ ടൈമായി. ആർസണൽ സ്പോർട്ടിംഗ് ഞാൻ മാച്ച് കണ്ട മാച്ചാണ്. സ്പോർട്ടിംഗ് ഒരെണ്ണം അടിച്ചിരുന്നെങ്കിൽ എത്രയാ ചാൻസ്, ആയൊക്കെ കാലിലോട്ട് ഉരുട്ടി കൊടുത്തിട്ട് പോൾ എത്രയാ ചാൻസ്. ബട്ട് അഗൈൻ ഫോർച്യൂൺ ഫേവേഴ്സ് ദ ബ്രേവ് എന്ന് പറഞ്ഞ പോലെ ഫയർ ടെറ്റ. ഫയർ വെറുതെ പറയുക മാത്രല്ല, ട്രെയിനിങ്ങിന്റെ സമയത്ത് പിച്ചില് തീയിട്ടു എന്നാ പറയണത്. പുള്ളി റെഫറിനെ തെറിവിച്ച് മഞ്ഞൊക്കെ മേടിച്ചു കളി ഒന്ന് ഓണാക്കാൻ വേണ്ടിട്ട്. പക്ഷെ ഫാൻസ് എല്ലാരും ഇരുന്ന് ഉറങ്ങായിരുന്നു എന്നാ കേട്ടത്. സ്റ്റേഡിയത്തിൽ എല്ലാരും ഇരുന്ന് ഉറങ്ങായിരുന്നു. അല്ല അത് ശരിക്കും എന്താ പറയാ, നമ്മൾ ചില ഗെയിംസ് ഡെസ്റ്റിനി എന്നൊക്കെ പറയുന്ന പോലെയാണ്. അത്ലറ്റിക്കോ മാഡ്രിഡ് ആർസണൽ മാച്ച് എന്ന് പറയുന്ന ഒരു
എന്താണ് ഒരു Rematch അല്ലേ? അല്ല, അത് ആലോചിച്ച് നോക്ക്. അത്ലറ്റിക്കോ മാഡ്രിഡ് is going into a game where they are called the attacking team of the two. എന്താണ് അല്ലേ, അമ്മാതിരി കട്ട ബസ് ഇടുന്നവരാണ്. ഏതൊരു മീം അതെ, സെൻട്രൽ ലൈനിൽ ഒരു ബോൾ മാച്ച് രണ്ട് സൈഡ്. ബാർസയുടെ മാച്ചിനെ കുറിച്ച് എന്തെങ്കിലും പറയണ്ടോ? ആർസണലിനെ കുറിച്ച് നമുക്ക് പ്രീമിയർ ലീഗിൽ പറയാം. ബാർസയുടെ മാച്ച് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തപ്പോ പലരും ബാഴ്സലോണ ജയിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷെ അവരുടെ തുടക്കം അങ്ങനെയായിരുന്നു. നമ്മുടെ അതേ മാച്ചിന്റെ സമയത്തായിരുന്നു. നമുക്ക് ഹൈലൈറ്റ്സ് കാണാൻ പറ്റിയുള്ളൂ. എനിവേ ആ സ്കോറൊക്കെ ആദ്യം തന്നെ 2 ഗോൾ അടിച്ച് അവര് ഓണായിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്ലറ്റിക്കോ മാഡ്രിഡ് അവരുടെ ഹോം ഗ്രൗണ്ടിൽ ആ ഫാൻസിന്റെ ലുക്മാന്റെ കിടിലൻ ഗോളും ഒക്കെ അതോടുകൂടി കളി അങ്ങോട്ട് ചേഞ്ച് ആയി. പിന്നെ അത് മാറിയിട്ടില്ല. ആ സ്കോർ ഗ്രാസ് നനയ്ക്കാതെ കട്ട് ചെയ്യാതെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതന്നെ അതാണ് ഫുൾ മൊത്തത്തിൽ അവര് ഹോം അഡ്വാൻറ്റേജ് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ അഡ്വാൻറ്റേജ് നമ്മള് മുമ്പ് ഫാബ്രിക്കാസ് ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്, ഗ്രാസ് ലെങ്ത് കൂടുതലാണ്. ക്ലോപ്പ് വരെ പറഞ്ഞിട്ടുണ്ട് ഗ്രാസ് ലെങ്ത് കൂടുതലാണ്, അപ്പൊ മര്യാദയ്ക്ക് പാസ് ചെയ്ത് കളിക്കാൻ പറ്റില്ല. സോ മര്യാദയ്ക്ക് പാസ് ചെയ്ത് കളിക്കുന്ന ടീമാണ് ബാർസ. അപ്പൊ അവരെ കൊണ്ട് എന്തൊക്കെ ജയിക്കാൻ പറ്റുമോ അതൊക്കെ തടുത്തു നിർത്താനുള്ള പ്ലാനാണ്. സണ്ടർലൻഡിന്റെ മാനേജർ ത്രോയിന്റെ മറ്റേ അഡ്വർടൈസ്മെന്റ് ബോർഡ് അടുത്ത് വെച്ചു, ലോങ് ത്രോ ഇടാതിരിക്കാൻ. അങ്ങനെ പലതും ഹോം ടീമിന് ചെയ്യാൻ പറ്റും. അതാണ് എനിക്ക് സിമിയോണി കോർണറിന് എന്താ ചെയ്യാൻ പോണ എനിക്ക് കാണേണ്ടത്. അവിടെ സോർലോത്തിനൊക്കെ എന്തായാലും ഇറക്കും ഫസ്റ്റ് തന്നെ ആ കോർണർ ഹെഡ് ചെയ്യാൻ വേണ്ടി തന്നെ. നല്ല രസമായിരിക്കും ഗെയിം ആക്ച്വലി. പ്രസ് കോൺഫറൻസ് തന്നെ എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ. അവര് തമ്മിൽ കളിച്ചില്ലേ ലീഗ് സ്റ്റേജില്? ആർസണൽ ജയിച്ചില്ലേ? ഈ ഐ തിങ്ക് ബയേൺ ആർ ഫേവറേറ്റ്സ് ഫോർ ചാമ്പ്യൻസ് ലീഗ്. കാരണം PSG നമ്മൾ കളിച്ചപ്പോഴും ബയേണിന്റെ ഒരു ക്വാളിറ്റി ഞാൻ PSG കാണുന്നില്ല. ആർസണൽ അത്ലറ്റിക്കോ യു ഡോണ്ട് നോ വാട്ട് ദി റിസൾട്ട് ഈസ്, ബട്ട് ഐ തിങ്ക് ബോത്ത് ടീംസ് വിൽ ലൂസ് ടു ഈദർ PSG ഓർ ഇതല്ലേ ബയേൺ അല്ലേ? എനിക്ക് തോന്നുന്നത് PSG ജയിക്കുന്നതാണ് എനിക്ക് ഫീൽ ചെയ്യണത്. ഈ പറഞ്ഞ പോലെ കമ്പനി പ്ലേയേഴ്സിനെ ഫ്രീ ആയിട്ട് കളിക്കാൻ വിടുന്ന ഒരു ഇതുണ്ട്. പക്ഷെ ലൂയിസ് എൻറിക്കെ കുറച്ചും കൂടി ടാക്ടിക്കലായിട്ട് അത് മാസ്റ്റർ ചെയ്യും. പ്ലേയേഴ്സിനെ മാനേജ് ചെയ്യുന്നതായാലും ആളുടെ ഒരു ടാക്ടിക്സിന്റെ കൗണ്ടർ ചെയ്യാൻ ഇങ്ങനെ പ്ലേയേഴ്സിനെ ഫ്രീ ആയിട്ട് വിട്ടാൽ പറ്റുമോ എന്നുള്ളതിന് എനിക്ക് ഡൗട്ട് ഉണ്ട്. അതെന്തായാലും കാണാം, നോക്കാം. ഇത് ഇവന്മാർക്ക് മാച്ച് വിന്നേഴ്സ് ഒരുപാടുണ്ട്. എങ്ങനെ വേണമെങ്കിൽ കളി ജയിക്കാൻ പറ്റും. പറഞ്ഞോ. സോ ബയേണിന് മാച്ച് വിന്നേഴ്സ് കുറെ ഉണ്ട്. PSG കേസ് എന്താ വെച്ചാൽ അവർക്ക് എങ്ങനെ വേണേലും കളി മാറ്റാൻ പറ്റും. ലൈക്ക് ഇഫ് ദേ വാണ്ട് ടു ഗോ ഡിഫൻസീവ് ദേ വിൽ. പക്ഷെ അല്ലാതെ ആ ഫ്രണ്ട് 3 മാത്രമല്ല ഫ്രണ്ട് 6 വരെ ഒന്നിച്ച് സ്വാപ്പ് ചെയ്യാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും. എനിബഡി ക്യാൻ പ്ലേ എനിവേർ. സോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ബയേൺ എത്രത്തോളം നല്ല കളിക്കുകയാണെങ്കിൽ ദിയർ ഡിഫൻസ് ഇസ് നോട്ട് ദാറ്റ് സോളിഡ്. വേണമെങ്കിൽ പോയിട്ട് ഗോൾ അടിക്കാം. അപ്പം ആ ഒരു സാധനം അവർക്ക് ഉണ്ട്. പിന്നൊരു അഡ്വാൻറ്റേജ് ഉള്ളത് സെറ്റ് പീസ് അഡ്വാൻറ്റേജ് ഉണ്ട്. സെറ്റ് പീസ് എന്നൊക്കെ കഴിഞ്ഞ ദിവസം ഗോൾ അടിക്കണ സെറ്റ് പീസ് അഡ്വാൻറ്റേജ് എനിക്ക് ഉണ്ടെന്നു PSG-ക്കെതിരെ ഇതിന്റെ പ്രിവ്യൂ നമുക്ക് ആ മാച്ചിന്റെ പ്രിവ്യൂ ചെയ്യാം. നമുക്ക് സംസാരിക്കാനുള്ളത് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഗെയിംസ് ഓഫ് ദ സീസൺ ഫോർ ലോക്കൽ ഫാൻസ്. നമ്മൾ ലോക്കൽ അല്ലാത്തതുകൊണ്ട് നമുക്ക് 3 പോയിന്റ്സ് മതി. എവർട്ടൺ വേഴ്സസ് ലിവർപൂൾ. എന്താണ് സ്റ്റേഡിയത്തിൽ ആദ്യത്തെ കളി? യെസ്, പുതിയ സ്റ്റേഡിയത്തിൽ പോയിട്ട് ആദ്യത്തെ അടി ഉണ്ടാക്കുന്ന കളിയല്ലേ? അതെ. സോ ഹിൽ ഡിക്കിൻസൺ നല്ല പേരാ. നല്ല വൈബായിരിക്കും ആ കളി. ഫാൻസ് ശരിക്കും ഓണാവും, എവർട്ടൺ ഫാൻസ്. കാരണം ഫസ്റ്റ് സ്റ്റേഡിയത്തിൽ ആദ്യത്തെ കളി നമുക്ക് ജയിച്ചു തുടങ്ങാമെന്നുള്ളത്. ആൻഡ് ലിവർപൂൾ പ്ലേയേഴ്സിന് എത്രത്തോളം ഓടാൻ പറ്റും എന്നുള്ളത് കണ്ടറിയണം. ആർക്കേലും ബാക്കി എന്തെങ്കിലും എനർജി ബാക്കി ഉണ്ടാവും എന്നുള്ളത്. സൊബോസലെ അടുത്ത കളിയും ഇതുപോലെ ഓടുകയാണെങ്കിൽ ഞാൻ എന്റെ കാലിൽ വീഴും. ഈശ്വര, എമ്മാതിരി ഓട്ടാണ്. ലിറ്ററലി ഡൈ ഫോർ ദ മാച്ച് എന്നൊക്കെ പറഞ്ഞ് അത്ത് കളിക്കുന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് ഞാൻ കണ്ടു കേട്ടോ. അമ്മാതിരി ട്രാക്ക് ബാക്ക് ആയിരുന്നു. അവനെ കൊണ്ട് ആവുന്ന പരമാവധി അവിടെ ചെയ്തിട്ട്. പക്ഷെ ഈ ഇത്രയും വർക്ക് റേറ്റ് കാണിച്ചിട്ട് അടുത്ത ഗെയിമിലും ഞാൻ ഇതുപോലെ അവനെ കളിക്കാൻ പറയുന്നു എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഓടുന്നത് കണ്ടല്ലോ നമ്മള് ടയർഡാവും.
അമ്മാതിരി റണ്ണിങ് ആയിരുന്നു. സോ അവിടെയാണ് ഞാൻ ഒരു കാര്യം പറയാൻ പറ്റുമോ, ഒരു കാര്യം ഞാൻ പറയാൻ പറ്റും. നമ്മള് യൂറോപ്പിൽ പോയി, യൂറോപ്പിൽ നിന്ന് ഔട്ടായി, കാർലിക് മറ്റേ EFL പോയി, FA കപ്പ് പോയി, ഒക്കെ നമ്മുടെ ടീമിൽ നിന്ന് പോയ ഒരു ചെക്കൻ യൂറോപ്പിൽ ഇപ്പോഴും ഉണ്ട്. കളിക്കുന്നില്ല എന്ന് മാത്രം, കളിക്കുന്നില്ല എന്ന് മാത്രം. എലിയറ്റ് അല്ലേ? അതെ, ആള് സെമിയിലൊക്കെ എത്തിയിട്ടുണ്ട്. ഞാൻ കപ്പെടുത്തിട്ട് വരുമോ ഈശ്വര, ലിവർപൂളിലേക്ക് തിരിച്ചു വരുമ്പോ. ആസ്റ്റൺ വില്ല, നോട്ടിംഗം ആൻഡ് വേറെ മറ്റേ അല്ല, ആസ്റ്റൺ വില്ല കയറി സെമി ഫൈനലില്, പിന്നെ നോട്ടിംഗം ഫോറസ്റ്റ് കയറി, ബ്രാഗ അവരുണ്ടാവും സെമി, ആസ്റ്റൺ വില്ല വേഴ്സസ് നോട്ടിംഗം ആണ് സെമി, പ്രീമിയർ ലീഗ് സെമി. ബ്രാഗയും ഫ്രൈബർഗും. ഇതിപ്പോ ഫോറസ്റ്റിന് പുതുമയൊന്നും അല്ല യൂറോപ്പിൽ അടിക്കുന്നത്. വേണമെങ്കിൽ ഫോറസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ആലോചിക്കുക, ഇവിടെ റിലഗേഷൻ ബാറ്റിലും അവിടെ യൂറോപ്പ ചാമ്പ്യൻസ്. അയാൾ എടുത്ത് കൊണ്ടുവരും. അല്ല, ചാമ്പ്യൻഷിപ്പിൽ കളിക്കുന്ന ഏതെങ്കിലും ടീമും UCL കളിച്ചിനോ? കാരണം യൂറോപ്പ ജയിച്ച UCL കളിക്കണ്ടേ, റെലഗേറ്റ് ചാമ്പ്യൻഷിപ്പ് കളിക്കണ്ടേ? അതെ, ചാമ്പ്യൻഷിപ്പ് CL കളിച്ച ഏതെങ്കിലും ടീം ഉണ്ടോ? അറിയില്ല. ഇപ്പൊ ആദ്യമായിട്ട് നമുക്ക് അതിന് വേണമെങ്കിൽ ഫോറസ്റ്റിനെ റെലഗേറ്റ് ചെയ്യാൻ കണ്ടറിയാലോ. അപ്പൊ പോട്ടെ, നമ്മള് എവർട്ടന്റെ ഗെയിമിലേക്ക് വരാം. പോട്ടെ, അവിടെ ഇരിക്കട്ടെ. അതുപോലെ മറ്റേ കോൺഫറൻസ് ലീഗിൽ പാലസ് പുറത്തായി. കോൺഫറൻസ് ലീഗിൽ പുറത്തായിട്ടില്ലല്ലോ, സെമി കയറിയില്ലേ? ഇല്ലില്ല, അവർ ഈ കളി തോറ്റിട്ടില്ല. മറ്റേ ഇത് ഇല്ലല്ല, ഈ സെക്കൻഡ് ലെഗ് തോറ്റു, പക്ഷെ ഫസ്റ്റ് ലെഗ് 3-0 അല്ലേ? രണ്ടും സ്ട്രാസ്ബർഗ് വേഴ്സസ് വയക്കാനോ ആണ് സെമി. അവർ സെക്കൻഡ് ലെഗ് പൊട്ടി, പക്ഷെ ഫസ്റ്റ് ലെഗിൽ അവർക്ക് നല്ല ലീഡ് ഉണ്ടായിരുന്നു. അല്ല മക്കളെ, എവർട്ടൺ ഫസ്റ്റ് ലെഗ് 3-0. എനിക്ക് നല്ല പേടിയുണ്ട് നമ്മൾ തോൽക്കുവോ എന്ന് പറഞ്ഞിട്ട്. ബിക്കോസ് എവർട്ടൺ പ്ലേ സം റിയലി 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 ഗുഡ് ഫുട്ബോൾ. ഇലിമാൻ ഇന്ത്യയെ അടിപൊളി കളി, വൺ ഓഫ് ദി ബെസ്റ്റ് ഡ്രിബ്ലേഴ്സ് ഇൻ പ്രീമിയർ ലീഗ് റൈറ്റ്. അമ്മാതിരി എന്താ പറയാ, ഷോ എന്നൊക്കെ പറയില്ലേ, പ്രോപ്പർ ബോളർ, അടിപൊളി. അവന്മാർക്ക് സ്ട്രൈക്കർ എങ്ങനെ യൂസ് ചെയ്ത് കളിക്കാന്ന് അറിയാം. നമ്മുടെ രണ്ട് സെന്റർ ബാക്കിനെയും എൻഗേജ് ചെയ്ത് കളിക്കാൻ അറിയാം. ക്രിസിന്റെ ഫേവറേറ്റ് പ്ലെയർ വെറ്റോ അവിടെ തന്നെ ഉണ്ട്. സോ വെറ്റോ ഒരു തലവേദനയാണ് എന്തായാലും. ഞാൻ അത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല, കാരണം വെച്ചാൽ അവന്മാർ അടിപൊളിയായിട്ട് കളിക്കുന്നത് ഞാൻ എവർട്ടന്റെ കളി കുറെ കണ്ടിട്ടുണ്ട്. സൂപ്പർ ഫുട്ബോൾ. നമുക്ക് എന്തായാലും ഞാൻ എന്റെ പ്രൊഡിക്ഷൻ എന്ന് പറയാൻ പറ്റില്ല, എനിക്ക് നല്ല പേടിയുണ്ട്. ഒന്നില്ലെങ്കിൽ ഡ്രോ ആവും, ഇല്ലെങ്കിൽ നമ്മൾ പൊട്ടും. ആ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ നമ്മുടെ കളി ഞാൻ കാണുന്നത്. അവരുടെ പ്രോബ്ലം ബാഡ് അറ്റ് ഹോം. കളിയുടെ അവസ്ഥ നോക്കണം. ഇറ്റ്സ് എ ഡെർബി മാച്ച്. അതാണ്. പക്ഷെ നമ്മുടെ കേസിൽ മാറ്റർ ചെയ്യുന്ന ഒരു സാധനം ഉണ്ട്. പ്ലേയേഴ്സ് ഒന്നും ഓടാൻ എനിക്ക് ആവും തോന്നുന്നില്ല. സോപ്പോസിഷൻ പോട് വയ്ക്കും, വേറെ ആരും ഓടാനാ? തീർന്നില്ല എല്ലാവരും. സൺഡേ ആണ് ഗെയിം. സോ ലൈക്ക് വി വിൽ ഗെറ്റ് ടൈം ടു റിക്കവർ. സോ നോക്കാം. മേ ബി എങ്കുമോഹൊക്കെ സ്റ്റാർട്ട് ചെയ്യായിരിക്കും. പ്രോബബ്ലി ഇസാക്ക് സ്റ്റാർട്ട് ചെയ്യും. കാരണം ഈ 90 മിനിറ്റ്സ് കളിക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് മിക്കവാറും മറ്റേ എങ്കമോഹ, ഗാക്പോ സാലായിരിക്കും സ്റ്റാർട്ടിങ്ങിൽ. ഇസാക്ക് സെക്കൻഡ് ഹാഫിൽ വരും. അതന്നെ. സോ ഗാക്പോ ലൈക്ക് സെന്റർ ഫോർവേഡ് ആയിട്ട് കളിക്കും. ദാറ്റ്സ് ആക്ച്വലി ബെറ്റർ. ഈ പ്രസ് നല്ലതാണ്. ഈ സെൻട്രലിൽ നിന്ന് വരുന്ന ഒരു പ്രസ്സിങ് നല്ല യൂസ്ഫുൾ ആണ്. ഈ ലെഫ്റ്റ് വിങ് നിന്നിട്ട് പ്രസ് ചെയ്തിട്ട് കാര്യമില്ല. സോ സെന്ററിൽ നിന്ന് പ്രസ്സിങ് ഇനിഷ്യേറ്റ് ചെയ്യുമ്പോൾ നല്ല ഇമ്പാക്ട് ഉണ്ട്. ആക്ച്വലി നമുക്ക് മര്യാദയ്ക്ക് കവർ ചെയ്യാൻ പറ്റുന്നു. സോ അതെ, പേഴ്സണലി ഞാൻ എഗെയിൻസ്റ്റ് മറ്റേ എവർട്ടൺ ആയതുകൊണ്ട് ഐ മൈറ്റ് സ്റ്റാർട്ട് സൊബോസോല ആൻഡ് ജോൺസ് ഇൻ മിഡ്. സോ വേർഡ്സ് എങ്കുമോഹ, ഗാക്പോ, സാല കളിപ്പിക്കുകയാണെങ്കിലേ. സോ ലൈക് കളിയുടെ അവസ്ഥ ഡെർബി എന്നൊക്കെ പറയുമ്പോൾ ജോൺസ് കളിക്കണ്ടേ? ആണ് ഞാൻ പറയുന്നത്. I expect him to
സെക്കൻഡ് ഹാഫിൽ വരുന്ന പോലെയാണ് എനിക്ക് തോന്നണേ. ഗാക്പോ സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യത സെന്റർ ഫോർവേഡ് ആയിട്ട്. പിന്നെ റോബർട്ട്സൺ ഡെഫിനറ്റ്ലി കർക്കസ് കുറെ കളിച്ചു. റോബർട്ട്സൺ, വാൻഡൈക്ക്, കൊനാറ്റെ, ഫ്രിംപോങ് കളിക്കുമോന്ന് അറിയില്ല, നോക്കാം. ഗോമസ് ഇല്ല, ഗോമസ് ഔട്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഫ്രിംപോങ് തന്നെ കളിക്കും. വേറെ ആരും കളിക്കണ്ട്, വേറെ ആരില്ലല്ലോ. വേറെ ആരുമില്ല. ചിലപ്പോ ജോൺസ് അവിടെ കളിച്ചെന്നിരിക്കും. ഇല്ല, മിഡ്ഫീൽഡിൽ തന്നെ അവന്മാര് നല്ല ഫോമിലാണ്. എഡ്രസ ഗാനാഗെ, ഗാർണർ തിരിച്ച് മിഡ്ഫീൽഡിലേക്ക് തന്നെ വന്നു. കാരണം അവർക്ക് മറ്റേ കെവിൻ ഓബ്രയനും അവന്റെ പേര് മിക്കോലെങ്കോ രണ്ടുപേരും ഫിറ്റായി. സോ ഗാർണർ എഡ്രസ ഗാനാഗയെ അടിപൊളി നല്ല കോമ്പിനേഷൻ ആണ്. മെക്നീല് മര്യാദയ്ക്ക് കളിക്കുന്നുണ്ട്. ഡ്യൂസ്ബറി ഹോൾ റിയലി ഗുഡ്. നമ്മൾ ഒരു കാലത്ത് ലിവർപൂളിലേക്ക് വരാൻ സാധ്യതയുള്ള പ്ലെയർ ആയിരുന്നു. പിന്നെ എലിമാൻ ഇന്ത്യ ഞാൻ ഓൾറെഡി പറഞ്ഞു. സോ എക്സ്പെക്ട് എവർട്ടൺ ടു ഡോമിനേറ്റ് ദ ഗെയിം ബൈ ലൈക് ഫിസിക്കലായിട്ട് യൂസിങ് ദെയർ സ്ട്രൈക്കർ. നമ്മൾ എങ്ങനെ ഇതിനെ ബീറ്റ് ചെയ്യുന്നു നമുക്കറിയില്ല. മേ ബി ലൈക് വി ഹാവ് ദ പ്ലേയേഴ്സ് ടു ചേഞ്ച് എവറിത്തിങ് ലൈക്. പക്ഷെ ഇഞ്ചറി ആവാതെ നോക്കുമല്ല. വേൾഡ് കപ്പ് ഇപ്പൊ എക്കിറ്റിക്കയുടെ സിറ്റുവേഷൻ തന്നെ നോക്കിയിട്ട് പലതും പേടിച്ച് കാണും. ഡെർബി വേർഡ്സ് ഒക്കെ നല്ലോണം കാല് പൊതിഞ്ഞിട്ട് വേണം കളിക്കാൻ. ഇതിപ്പോ മറ്റേ ചെറിയ സോപ്പട്ടി മുടി പോലെയുള്ള ഷിൻകാർഡ് വെച്ചൊന്നും കളിക്കാൻ പറ്റില്ല. വലുത് മറ്റേ വാഴത്തണ്ടോ മറ്റേ വെച്ചിട്ട് പോണം, അന്നെങ്കിലേ നടക്കുള്ളൂ. ഈശ്വര, അമ്മാര് ചവിട്ട് അവന്മാര് ഗണേഷ് പറഞ്ഞതേ, നമുക്ക് അതിന് ജയിക്കാനുള്ള പ്ലേയേഴ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ ജയിക്കാനുള്ള മാനേജർ ഇല്ല എന്നാണ് പറയാൻ പറഞ്ഞതെന്ന് വിചാരിച്ചു. അത് പറഞ്ഞു മടുത്ത് ഇനി പറയുന്നില്ല. അതാണ് എന്തായാലും അത് മാറിയാൽ സന്തോഷമുണ്ട്. മാറാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സത്യം പറയാം, ഗെയിം നമ്മള് ഒരിക്കലും അയാള് മാറാൻ വേണ്ടി നമ്മൾ തോൽക്കണമെന്ന് ഞാൻ വിചാരിക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ടീം തോക്കാൻ പാടില്ല, അത് ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ എവർട്ടന്റെ കളി കണ്ടത് കൊണ്ടാണ് നമ്മൾ തോൽക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. അതായത് അല്ലാതെ നമ്മള് തല്ലിപ്പൊളിയായിട്ട് കളിക്കുന്നല്ല പറഞ്ഞ്. ദേ പ്ലേ ഗുഡ് ഫുട്ബോൾ. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വേറെ നല്ല. എനിക്ക് ഫീൽ ചെയ്യണ ഇസാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇസാക്ക് ഇനിയിപ്പോ എന്തായാലും മിഡ് വീക്ക് ഫിക്സേഴ്സ് ഒന്നും ഇല്ല. ഇപ്പൊ അടുത്ത ആഴ്ചയല്ലേ ഉള്ളൂ. 45 മിനിറ്റ്സ് കളിച്ചു. അപ്പൊ ഇനി നെക്സ്റ്റ് ഒരു 55 to 60 മിനിറ്റ്സ് കളിക്കാം. മാത്രമല്ല സെക്കൻഡ് ഹാഫിൽ ഗാക്പോ അങ്ങനെ വരുമ്പോ ഗാക്പോ കുറച്ചും കൂടി ആ സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും ആ സെക്കൻഡ് ഹാഫില് സബായിട്ട് വരുമ്പോ കുറച്ചും കൂടി ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ടെന്ന് ഫീൽ ചെയ്യാൻ തുടങ്ങി. അതായിരിക്കും കുറച്ചുകൂടി സാധ്യത. ഈ ഗണേശൻ പറഞ്ഞ പോലെ ചിലപ്പം വേർഡ്സ് സ്റ്റാർട്ട് ചെയ്യില്ല. ഐ തിങ്ക് വി വിൽ എന്റെ ലൈനപ്പില് ഗോമേസ് ഇൻജേർഡ് ആണ്. ഫ്രിംപോങ്, കൊനാറ്റെ, വാൻഡൈക്ക്, റോബർട്ട്സൺ, സൊബോസ്ലൈ, ജോൺസ്, ഗ്രാവൻബർച്ച്, ഗാക്പോ, ഇസാക്ക്, സല. 4-3-3. ഗാക്പോവും ഇസാക്ക് ഒന്നിച്ച് സ്റ്റാർട്ട് ചെയ്യോ? ഒരു സംശയം. അതില്ല, കാരണം നമ്പർ 9 ആയിട്ട് ഇസാക്ക് സ്റ്റാർട്ട് ചെയ്യുകയും സെക്കൻഡ് ഹാഫിൽ വരാനും ഫോർവേഡ് വേണ്ടേ ഇസാക്കിന് പകരം? അതിന് ഗാക്പോ വേണമല്ലോ. അല്ല, വേർഡ്സ് ഇല്ലേ ഫോമിലല്ലേ പ്രീമിയർ ലീഗിൽ ചെക്കൻ കളിക്കട്ടെ. റിയോ സെക്കൻഡ് ഹാഫിൽ വരും. റിയോനെ അല്പം ചവിട്ടിയിടും, ഒന്നും പറയാൻ പറ്റില്ല. ചവിട്ടട്ടെ, പെനാൽറ്റി ബോക്സിനകത്ത് ചവിട്ടിയാൽ മതി. അപ്പൊ പെനാൽറ്റി കിട്ടും. പുറത്ത് അമ്മാതിരി ഡാൻസ് ഇപ്പിട്ട് ചവിട്ടാനൊന്നും പറ്റില്ല. ചവിട്ടിയാലും ബോള് കിട്ടില്ല. പെനാൽറ്റി കിട്ടാനൊക്കെ സാധ്യത. കളിപ്പിക്കട്ടെ. അവന്മാര് ടീസ് ചെയ്യണം. ടീസ് ചെയ്ത് നടക്കില്ല. എവർട്ടന് ബോൾ കിട്ടാൻ വേണ്ടിട്ടാണല്ലോ ടാക്കിൾ ചെയ്യുന്നത്. ഈ സീസണിലെ ഒരു മോസ്റ്റ് ക്രിട്ടിക്കൽ വീക്കെൻഡ്സ് ആയത് ഈ ഒരു ക്ലൈമാക്സിന് മുമ്പ്. പ്രഡിക്ഷൻ പറഞ്ഞാൽ നമുക്ക് അടുത്ത മാച്ചസിലേക്ക് പോവാം. കളി പൊട്ടും. അടുത്ത കളി ഒന്നും വേണേ ജയിക്കാം. കളി പൊട്ടും. ഒട്ടൊന്നും പറഞ്ഞു ഞാൻ ഒന്നും പറയുന്നില്ല. ജയിച്ചാൽ സന്തോഷം. സാല അടിക്കണ്ട, വേറെ ആരെങ്കിലും അടിക്കട്ടെ. അത് ഈ ഒരു സമയത്ത് കിട്ടാത്തൊരു സാധനല്ലേ സാല പെനാൽറ്റി ഗോൾ അടിക്കുന്നത്. നമ്മള് ജയിച്ചാൽ മതി. ജയിച്ചാൽ സന്തോഷം. It's tough to win, but we can win. But it's tough. ജയിച്ചാൽ നല്ലത്.
ഞാൻ പേടിയുള്ളതാണ് Zero. വി മൈറ്റ് നോട്ട് ഏബിൾ ടു സസ്റ്റെയിൻ ഫോർ 90 മിനിറ്റ്സ്. എനിക്ക് ഈ PSG ഗെയിം കഴിഞ്ഞ ശേഷം അതൊരു തോന്നുന്നില്ല. പ്രോബ്ലി 60 അതാണ് മിനിറ്റ്സ് ഗ്യാസ് ഔട്ട് ആവും. ഇത്രയും ഓവർ പവർ ഗെയിം കളിച്ചിട്ട് അഗെയിൻ ഒരു 2-3 ഡേയ്സിൽ അഗെയിൻ ഒരു ഗെയിം വരുന്നു. അഗ്രി ചെയ്യുന്നില്ല. പക്ഷെ സ്ലോട്ട് Tuesday പറഞ്ഞു and നൗ Sunday. വി ഹാവ് ഓൺലി വൺ തിങ് ടു ഫോക്കസ് ഓൺ എന്ന് പറഞ്ഞു. സോ അതുകൊണ്ട് മേ ബി നമുക്ക് അല്ല, എങ്ങനെയെങ്കിലും Tuesday കളിച്ചിട്ട് പിന്നെ സൺഡേ കളിക്കുന്ന വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. അല്ല ട്യൂസ്ഡേ എന്ന് മാത്രമല്ല, ഇവര് സാറ്റർഡേ ട്യൂസ്ഡേ കളിച്ചില്ലേ. അതായത് ഇവര് എന്താ പറയാ സൺഡേ വെനസ്ഡേ സാറ്റർഡേ ട്യൂസ്ഡേ കളിച്ച് അത് കഴിഞ്ഞിട്ടല്ലേ കളിക്കുന്നല്ലേ. എനിക്ക് തോന്നുന്നില്ല വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ ഫുൾഹാം ഗെയിം പോലെ കളിക്കുകയാണെങ്കിൽ മേ ബി വി ക്യാൻ ട്രൈ സം റിസൾട്ട്സ്. ഫുൾഹാം ഗെയിം പോലെ കളിക്കുകയാണെങ്കിൽ അത്ര കൺട്രോൾഡിന് സമയം തരാൻ ചാൻസ് ഇല്ല എവർട്ടൺ ഡെർബി ആയതുകൊണ്ട്. ഇനി അതർ ഫിക്സർ ആണെങ്കിൽ ഓക്കെ പ്രോബബ്ലി. എനിക്ക് രണ്ട് പ്ലേയേഴ്സിനെ പേടിയുള്ളൂ. ഒന്ന് ബെറ്റോ ആൻഡ് മറ്റേ ഇന്ത്യ. ഇവന്മാരെ നമ്മൾ ലോക്ക് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ സംഹൗ ഗെറ്റ് ഔട്ട് ദെയർ ഫ്രം വിത്ത് ദ റിസൾട്ട്. പിന്നെ ഈ മറ്റേ ഗാർണറൊക്കെ മറ്റേ കോർണറൊക്കെ വല്ലാത്ത അക്യുറസിയാണ്. സോ എനിക്കതൊക്കെ വെച്ച് ഒരു ചെറിയൊരു പേടിയാണ്. What about പ്രഡിക്ഷൻ ക്രിസിന്റെ പ്രഡിക്ഷൻ ഞാൻ പറഞ്ഞല്ലോ 1-2 സലാ പെനാൽറ്റി. 0-1. ഞാൻ തിരിച്ചു 0-1. 2-1. What about other games? ഇനിയിപ്പം ഇമ്പോർട്ടന്റ് ഗെയിമായി നമുക്ക് ഈ സീസണിൽ വരാന്ന് നമ്മുടെ രണ്ട് പ്രിയപ്പെട്ട റൈവൽസ് ആണ് ചെൽസി വേഴ്സസ് യുണൈറ്റഡ്. കോമഡി കളിയായിരിക്കും. കാരണം യുണൈറ്റഡ് ആർ സ്ലോലി എൻട്രിങ് ദ കോമഡി ബാൻറ്റർ ഇറ അഗൈൻ. ലാസ്റ്റ് ഒരു 5 മാച്ചിൽ 2 തോറ്റു 1 ഡ്രോ എന്നൊക്കെയോ ആണ് അവസ്ഥ. കഴിഞ്ഞ കളി യുണൈറ്റഡ് were out of the game for like 70 minutes. അത് കഴിഞ്ഞ് ലിസാൻഡ്രോ മാർട്ടിനസ് മുടി പിടിച്ച് വലിച്ചു, റെഡ് കാർഡ് മേടിച്ച് പോയി. പിന്നെ യുണൈറ്റഡ് കളിച്ചു and they were good for last 20 minutes. They scored 1 goal but they couldn't get the second goal. Leeds totally dominated. അത് വെച്ച് നോക്കുമ്പോൾ യുണൈറ്റഡ് could do a good job. ചെൽസി ആർ കംപ്ലീറ്റ്ലി ഇൻ എ ബാൻറ്റർ മോഡ്. അപ്പോൾ ഈ മാച്ചിൽ ഏത് റിസൾട്ട് ആയാലും നമുക്ക് നല്ലതാണ്. അതുകൊണ്ട് വിൻ റിസൾട്ട് ആണ്. ചെൽസി യു ഡോണ്ട് നോ വാട്ട് യു ഗെറ്റ് ഫ്രം ചെൽസി. ആൻഡ് ചെൽസി ഈ മാച്ച് തോറ്റു കഴിഞ്ഞാൽ ഐ തിങ്ക് ദേ വിൽ ഗോ ഫോർ എ ന്യൂ മാനേജർ ഇൻ ദ സമ്മർ. അതല്ലെങ്കിലും പോലെ ടോപ്പ് 5 ചാൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് അല്ല ചെൽസി. അതുകൊണ്ടാണ് അല്ല അയാൾക്ക് പ്രീമിയർ ലീഗ് അടിച്ച ഒരാൾ പുറത്താക്കും എന്നിട്ടാണ്. അതെ എനിക്ക് ആ ഗെയിമിൽ ഡ്രോ ആണ് വേണ്ടത്. അപ്പോ വിൽ ബി 1 point ബിഹൈൻഡ് യുണൈറ്റഡ് നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ. ഇത് വേറെ അല്ല, ഈ കളി ചെൽസി ജയിക്കും. അതിനുള്ള സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ യുണൈറ്റഡിന്റെ ഡിഫൻസ് ഫുൾ പോയി കിടക്കുക. അറിയോ, അവര് പലരും ഇല്ല, റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ട്. മഗ്വയർ ഉണ്ടാവില്ല. മഗ്വയർ ഇല്ല, നോട്ട് ഫിറ്റ് എന്നാണ് കണ്ടത്. മറ്റേ ലൂക്ക് ഷോയും ഹെവനും കളിക്കുന്ന കേട്ടെ സെന്റർ ബാക്ക്. അതെ, അങ്ങനെയുള്ള അവസ്ഥയിലാണ് യുണൈറ്റഡ്. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയില് ചെൽസിക്കെതിരെ ഇവർക്ക് എനിക്ക് തോന്നണില്ലേ യുണൈറ്റഡ് ആകെ ഡൗൺ ആയിരിക്കും. ഒന്ന്, കഴിഞ്ഞ മാച്ച് തോറ്റതിന്റെ. 2, ചെൽസി ആ കഴിഞ്ഞ മാച്ചൊക്കെ തോറ്റൂല. ഇനി അവർക്ക് ഒരു ജയ അത്യാവശ്യം ആ ടോപ്പ് 5 എത്താനുള്ള ഇതിലേക്ക്. കഴിഞ്ഞ മാച്ച് തോറ്റുകൊണ്ട് യുണൈറ്റഡ് ഡൗൺ ആയിരിക്കും. അല്ല, യുണൈറ്റഡ് കഴിഞ്ഞ മാച്ചിലെ തോൽവി എന്ന് പറഞ്ഞാൽ ഭയങ്കര ദുരന്ത തോൽവിയായിരുന്നത്. വെറുതെ നന്നായിട്ട് കളിച്ചിട്ടില്ല, വളരെ മോശമായിട്ട് കളിച്ച് തോറ്റു. ചെൽസി അങ്ങനെ തോറ്റു. പക്ഷെ ചെൽസിക്കിന് അവർക്ക് സ്കോഡ് കുറച്ചുകൂടി ഫുൾ സ്കോഡ് ഉണ്ട്. അവർക്ക് എൻസോ തിരിച്ചു വരുന്നുണ്ട്. അവർക്ക് നോക്കുമ്പോ ആ ഒരു ചാൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോ മറ്റേ ജയിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് അവർക്ക് ആ 5th ചേസ് ചെയ്യാൻ ഈ യുണൈറ്റഡിന്റെ ഇങ്ങനെയുള്ള ഒരു ഡിഫൻസ് വെച്ചിട്ട് അവർക്ക് നല്ല ചാൻസ് ഉള്ള സമയം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജയിക്കാനുള്ളത്. ഈ കളിയാണ് സാഞ്ചസിനെ കവർ ചെയ്യാൻ വേറൊരു ഗോൾ കീപ്പറിനെ കൂടെ നിർത്തേണ്ടി വരും. അതാണ് പ്രശ്നം. ഈ കളിയൊക്കെയാണ് മറ്റേ മൈക്കിൾ ഓവന്റെ പഴയ കമന്ററി ഒക്കെ പറയുന്നത്, ആര് കൂടുതൽ ഗോൾ അടിക്കുന്നു അവർ ജയിക്കും എന്ന് പറയുന്നത്. വേറെ വഴിയൊന്നുമില്ല പറയാൻ ഇതില്.
ശരിക്കും നമ്മള് പോഡ്കാസ്റ്റ് തുടങ്ങി 1 മണിക്കൂർ എന്തോ ആയി. നമ്മള് ഈ സീസണിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് നോൺ ലിവർപൂൾ ഗെയിമിനെ കുറിച്ച് Game. ചർച്ച ചെയ്തിട്ടില്ല. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഗെയിം ഓഫ് ദ സീസൺ. ടൈറ്റിൽ ഡ്രൈവ് യെസ്, ടൈറ്റിൽ നോക്കൌട്ട് ആണ് ശരിക്കും പറഞ്ഞ. ഫയർ അടിപൊളി വേഴ്സസ് അടിപൊളി ഗെയിം. എന്താണ് പ്രഡിക്ഷൻ? സിറ്റി വിൽ ബി വെരി ഫ്രഷ്. അവർക്ക് മിഡ് വീക്ക് കളിക്കാനുണ്ടായിട്ടില്ല. ആർസണലിന് ഉള്ള ടെൻഷൻ മുഴുവൻ ഇപ്പൊ ഉണ്ടാവും. ഞങ്ങൾ അടിക്കും. ഈവൻ സ്പോർട്ടിംഗ് കളിയിലും അവരെത്ര ഡോമിനേറ്റഡ് ആയിട്ടൊന്നുമില്ല കളിച്ചത്. they were really scared. ആ ലെവലിലാണ്. Does Arsenal have the stomach to go to Etihad and win the game? അതാ അവിടെയാണ് ക്വസ്റ്റ്യൻ. കാരണം ഇപ്പം ലോജിക്കലി ഡ്രോ മതി ആർസണലിന്. പക്ഷെ ഡ്രോയിൽ പിടിച്ചു നിൽക്കാൻ ഭയങ്കര പാടായി കളി. ബിക്കോസ് സിറ്റി വിൽ ഗോ ബാങ് ബാങ് ബാങ്. ലാസ്റ്റ് ഒരു 10-15 മിനിറ്റ് സിറ്റി വിൽ ഗോ ഫോർ ഇറ്റ്. സംഭവം എന്താ വെച്ചാൽ ഐ വുഡ് സീ ദ ഗെയിം ഇസ് ആർസണൽ ഇവ തന്നെ ഈ ആർട്ടേറ്റ വേഴ്സസ് പെപ്പിന്റെ ഏതൊരു കളി ഉണ്ടായിരുന്നു. എന്താ പറയുക, അവർക്ക് ഞാൻ ഫസ്റ്റ് ലീഡ് കിട്ടി. ദേ സ്റ്റാർട്ടഡ് ടൈം വേസ്റ്റിംഗ് ഫ്രം 30th മിനിറ്റ് ഓർ സോ. ഫുൾ ഓൺ ആ മോഡിൽ പോകും. ഒന്നും നോക്കാൻ ഫസ്റ്റത്തെ മിനിറ്റിൽ തന്നെ സ്വന്തം ഹാഫിൽ പോയിട്ട് കോർണർ ഫ്ലാഗിന്റെ അടുത്ത് പോയിട്ട് ഡിഫെൻഡ് ചെയ്യാൻ തുടങ്ങും. ഹൈ ചാൻസ് ഫോർ ദാറ്റ്. ഫ്രസ്ട്രേറ്റ് ചെയ്യാൻ നോക്കും. എങ്ങനെയെങ്കിലും കൗണ്ടർ വേറെ വഴിയില്ല. ഓപ്പൺ എങ്ങാനും ആയ സിറ്റി അടിച്ചാൽ തീർന്ന്. കാരണം ഒരു ഗോളില് ഒരു ഗോൾ ലീഡ് കിട്ടുമ്പോൾ ദേ ആർ ഓക്കെ. ഒരു ഗോൾ ട്രെയിലിംഗ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ ആർസണലിന് പ്ലേയേഴ്സ് താങ്ങൂല. അതിന് ആർട്ടേക്കും താങ്ങൂല അത്. അപ്പൊ അതിലും നല്ലത് മേക്ക് ഷുവർ യു ഡോണ്ട് കൺസീഡ്. എങ്ങനെയും ഒരു കോർണർ അടിക്കാൻ നോക്കാടുന്ന്, ഇല്ലെങ്കിൽ ഒരു സെറ്റ് പീസ് കിട്ടിയാൽ അപ്പത്തെ അടിക്കാൻ നോക്കുക എന്നേ പറയൂ. അത് വരെ പറ്റുകയാണെങ്കിൽ റെഡ് ചോദിച്ച് വാങ്ങും. ആ കൈൻഡ് ഓഫ് കളി കളിക്കും അവര്. Prediction? City will win probably. Scoreline? Maybe 1-0. എങ്ങനെയാണ് സിറ്റി നിക്കിൻ ചെയ്താൽ അതിന്റെ പുറത്ത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. സംഭവം സിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂ, സിറ്റി ജയിച്ചു കഴിഞ്ഞാൽ വിത്ത് എ ഗെയിം ഇൻ ഹാൻഡ് ആ കളിയും ജയിച്ചാൽ ദേ വിൽ ബി ലൈക്ക് എന്താ പോയിന്റ്സ് ടൈ ആവും 70-70. സോ സിറ്റി അഡ്വാൻറ്റേജ് സിറ്റിക്കാണ്. നമ്മുടെ മുന്നിലുള്ള കളി നമ്മൾ ജയിക്കുന്നു. അല്ല, സിറ്റി ടൈറ്റിൽ സിറ്റി സിറ്റിന്റെ ഹാൻഡ്സിലാണ്, ആർസണലിന്റെ ഹാൻഡ്സിലല്ല. ഞാൻ ബോൺമൗത്തിന്റെ ഗെയിമിന്റെ പ്രഷറാണ് ഈ കാണുന്ന മറ്റേ സ്പോർട്ടിങ്ങിന്റെ കൂടെ നമ്മൾ കണ്ടത്. അതായത് ഹൗ ടു പ്ലേ സേഫ് ഗെയിം ആൻഡ് ഗെറ്റ് എ റിസൾട്ട് സോ ദാറ്റ് വി ക്യാൻ പ്ലേ somehow hold on against City. അതാണ് പ്ലാന്. സോ സിറ്റിയുടെ കൂടെ പ്രോപ്പറായിട്ട് ബസ് വർക്ക് ചെയ്ത് ഡിഫെൻഡ് ചെയ്ത് കളിക്കാനാണ് പ്ലാൻ എങ്കിൽ മേ ബി സിറ്റി മൈറ്റ് ഗെറ്റ് പെനാൽറ്റി ഓർ ഒരു കൺജസ്റ്റഡ് ഒരു ഹാൻഡ് ബോൾ സംതിങ് ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട് ഇവന്മാരുടെ കളി വെച്ചിട്ട്. അതായത് ചെർക്കി ഉണ്ട്. നമ്മൾ കണ്ടു ഹൗ ദേ എന്താ ബ്രോക്ക് ചെൽസീസ് പാർക്കിംഗ് ആക്ച്വലി. ആ ഒരു മറ്റേ ഗുഹയ്ക്ക് കൊടുത്ത പാസ് എല്ലാരും വിചാരിച്ചു മറ്റേ സൈഡിലേക്ക് തിരിച്ചു പാസ് കൊടുത്തിട്ട് ക്രോസ് വരുന്നൊക്കെയാ വിചാരിച്ചത്. ഒരു അമ്മാതിരി മാച്ച് വിന്നേഴ്സും ലൈൻ ബ്രേക്കിംഗ് പാസ് ഒക്കെ ചെയ്യാനുള്ള ആൾക്കാരുണ്ട്. എസ്പെഷ്യലി ഈ ഗെയിമൊക്കെയാണ് ഹാലൻഡ് ആളുടെ കഴിവ് കാണിക്കേണ്ടത്. ഇപ്പൊ ഹാലൻഡ് ഇപ്പോ അങ്ങനെ ഹൈഡ് ചെയ്ത് പെനാൽറ്റി വരുമ്പോൾ മാത്രം നമ്മൾ ഹാലൻഡിനെ കുറിച്ച് ആലോചിക്കാറുള്ളൂ. ബാക്കിയുള്ള സമയത്തൊക്കെ നിക്കോ ഹൊറൈലിയാണ് ഗെയിം ജയിപ്പിച്ചോണ്ട് പോണേ. സോ ഇതില് കളിച്ചില്ലെങ്കിൽ വേറെ ഏത് ഗെയിമിൽ കളിക്കാനാണ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ഫാൻസിന്റെ ഇത് പ്രഷറും പ്ലെയർ ആലോചിക്കുന്നത്. ഇറ്റ്സ് ദ ബെസ്റ്റ്, എന്താ പറയാ, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഗെയിം ഓഫ് ദി എൻറ്റയർ സീസൺ. ഓൾറെഡി അവര് EFL അടിച്ചു കഴിഞ്ഞു. സോ പ്രീമിയർ ലീഗ് അടിക്കുന്നതാണ് ഏറ്റവും വലിയൊരു ഇത്. അപ്പോ ലെറ്റ് ഇറ്റ് ബി ലൈക്ക് ഈ റോഡ്രി കഴിഞ്ഞ കളിയിൽ ഒരുപാട് മിസ് പാസ് ഒക്കെ ചെയ്തിരുന്നു. അത് ചെൽസി ക്യാപിറ്റലൈസ് ചെയ്തില്ല. ചെൽസി ഡസന്റ് ഹാവ് ദ പേസ്. പക്ഷെ ഇപ്പോഴും പറയാ പേസ് ഉണ്ട് ആർസണലിന്. നോണി മധ്യക്കൊക്കെ കളിക്കുമായിരിക്കും, പേസ് ഉണ്ട്. പക്ഷെ എന്താ പറയാ, എന്ത് ചെയ്യണം ബോൾ വെച്ചിട്ട് അറിയില്ല. അതാണ് എന്ത് ചെയ്യണം, അങ്ങോട്ട് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം എന്ന് അറിയില്ല. മാർട്ടിനെലി ഉണ്ട്,
പക്ഷെ സെയിം മറ്റേ സിറ്റിയുടെ മിഡ് എന്ന് പറയുമ്പോൾ അർസനലിന്റെ ഡിഫൻസും അലമ്പാണ്. അവരുടെ റൈറ്റ് ബാക്കും ലെഫ്റ്റ് ബാക്കും മൊത്തം പോയിരിക്കണം. ലൂയിസ് കെലി കളിക്കുകയാണെങ്കിലും അപ്പുറത്ത് ബെൻ വൈറ്റ് കളിക്കുകയാണെങ്കിലും കളിക്കൂല, 4 സെന്റർ ബാക്ക് കളിക്കും സ്പോർട്ടിങ്ങിനെ പോലെ. അതാണ് വി ഹാവ് ഡൊക്കു അപ്പുറത്തുണ്ട്, ഇപ്പുറത്ത് മറ്റേ സെമേനിയും ഉണ്ട്. സോ ഹോൾഡ് ഡ്രോ ഒന്നും എന്തായാലും കിട്ടില്ല, ഉറപ്പാണ്. ഡ്രോ എന്തായാലും കിട്ടില്ല. പിന്നെ സാക്ക ഇല്ല എന്ന് പറഞ്ഞു. സാക്ക ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു പ്രഷർ വന്നതന്നെ. സാക്ക ഇല്ല. സോ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ ഡിസ്കസ് ചെയ്യുന്നു സുബിമെന്റിയുടെ പെർഫോമൻസ്. സുബിമെന്റി പ്ലേസ് വെൽ ഇൻ യൂറോപ്പ്, പക്ഷേ പ്രീമിയർ ലീഗിൽ കളിക്കാൻ പറ്റുന്നില്ല. ബെസ്റ്റ് പ്ലെയർ, അർസനലിന്റെ ബെസ്റ്റ് പ്ലെയർ സുബിമെന്റി ആയിരുന്നു മറ്റേ സ്പോർട്ടിങ്ങിന്റെ ഗെയിമിൽ. അടിപൊളിയായിട്ട് കളിച്ചു, പക്ഷെ പ്രീമിയർ ലീഗിൽ ആൾക്ക് അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. സോ ഹൈ പ്രഷർ ഗെയിം. എന്തായാലും അവന്മാര് പ്രസ് ചെയ്ത് കളിക്കും, ഹോം അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ ഇറ്റ് വിൽ ബി ലൈക്ക് എന്താ പറയാ, റെഫറിയുടെ ഡിസിഷൻസ് കുറെ ഉണ്ടാവും. കാരണം വെച്ചാൽ അർസനൽ കുറെ പേർ ആൾ പറയും അർസനലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളായിരിക്കും, ഇല്ലെങ്കിൽ സിറ്റിയുടെ സപ്പോർട്ട് ചെയ്യുന്ന റെഫറിയാണ്. അങ്ങനെ കുറെ ക്ലെയിംസ് വരാൻ സാധ്യതയുണ്ട് ആഫ്റ്റർ ദ മാച്ച്. സോ ഇറ്റ് വിൽ ബി ഗുഡ് ഫോർ ദി സാറ്റർഡേ ബ്ലോക്ക് ബസ്റ്റർ. ഞാൻ 2-1 മേ ബി ലൈക്ക് ഒരു എന്താ പറയാ, ഒരു ഇഞ്ചറി ടൈം, അതായത് ഗെയിം എൻഡ് ചെയ്യാൻ വരുമ്പോൾ ഉള്ളൊരു വിന്നർ ഫ്രം സിറ്റി. ഞാൻ അതാ എക്സ്പെക്ട് ചെയ്യുന്നത്. 1-1 പോയി ആ ഒരു ഇവര് ഡിഫെൻഡ് ചെയ്ത് അവസാനം സംഹൗ സിറ്റി ഓപ്പൺസ് ദ ഡോർ എന്ന് പറയുന്ന പോലെയാണ് ഞാൻ കാണുന്നത്. നോക്കാം. സോ 2-1 ടു സിറ്റി. എനിക്ക് ഫീൽ ചെയ്യുന്നത് ഞാൻ പറയണത് ഒരു ഡ്രോ ആയിരിക്കാൻ സാധ്യത. 1-1 ഡ്രോ. സിറ്റി ലീഡ് എടുക്കും, അത് കഴിഞ്ഞ് ആർസനല് പ്രഷർ ചെയ്ത് ഇതുപോലെ ഡിഫെൻഡ് ചെയ്തൊക്കെ നിൽക്കും, പരമാവധി പിടിച്ചു നിൽക്കും. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫില് സൂപ്പർ സബ് ആയിട്ട് ഫോർമർ സിറ്റി പ്ലെയർ ഗബ്രിയൽ ജേസൂസ് വന്നിട്ട് ഒരു ഈക്വലൈസർ അടിച്ച് ലാസ്റ്റ് 80 മിനിറ്റിന് ശേഷം ഈക്വലൈസർ അടിച്ച് 1-1 ഡ്രോ പിടിക്കും. ഇതാണ് എനിക്ക് സംഭവിക്കാനുള്ള ഒരു സാധ്യതയായിട്ട് എനിക്ക് ഫീൽ ചെയ്യണത്. നോക്കാം, ഞാനിത് ഡ്രോ ആവുന്നത്. ആർട്ടൻ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും അടിക്കാനേ പറ്റില്ല. ഇത്രയും കാലമായി ലീഗിലും ഇതൊക്കെ ചാൻസ്, ഇപ്പൊ കാരബാവോ കപ്പില് ഈ പ്രശ്നങ്ങൾ ഉണ്ടായി. അപ്പൊ ഇതൊക്കെ ഈ മാച്ചിൽ അതൊക്കെ സോൾവ് ചെയ്യാം. എനിക്ക് തോന്നുന്നത് ഈവൻ സ്പോർട്ടിംഗ് ആയിട്ടുള്ള മാച്ച് പോലും ഈ മാച്ചിനുള്ള ഒരു ട്രെയിനിങ് പോലെയാണ് കണക്കാക്കിയെന്ന് പോലും ഫീൽ ചെയ്തു. ഇത് ഈ സിറ്റിയാണ് കണ്ടായിരുന്നത്, സിറ്റി എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ട്രെയിനിങ് മാച്ച് പോലെയാണ് അത്. ആ രീതിയിൽ തന്നെ അവർ കളിക്കുകയും പരമാവധി ലാസ്റ്റ് മിനിറ്റില് ഒരു ഗോൾ നിക്ക് ചെയ്ത് 1-1 ഡ്രോ പിടിക്കാനുള്ള ഒരു സാധ്യത. അതാണ് സാധ്യത, അതുണ്ടാവാനാണ് ചാൻസ്. സിറ്റിയുടെ ഹോം ഗ്രൗണ്ടിൽ തന്നെ അങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടാക്കുമ്പോൾ സിറ്റിയുടെ കോൺഫിഡൻസും അതിലൂടെ ബ്രേക്ക് ആവുകയും ചെയ്യും. ഫൈനലിൽ ആർട്ടറ്റ ആർസനലിലെ ചാമ്പ്യൻസ് ആക്കും എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇനി റെലഗേഷൻ എന്ന് ക്വിക്ലി പറഞ്ഞു പോവാം. വില്ല സണ്ടർലൻഡ് ഉണ്ട്. ഇറ്റ് ബി എ ഗുഡ് ഗെയിം, ബട്ട് ഇറ്റ്സ് ഇറലവന്റ് നൗ ഫോർ അസ്. വില്ല ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ചാൻസ് ഉണ്ട്, അത്രേ ഉള്ളൂ. ഐ തിങ്ക് ഇറ്റ് ബി എ ഡ്രോ. വില്ല സണ്ടർലൻഡ് ക്യാൻ ഹോൾഡ് ഫോർ ദം, അല്ലേ? സ്പേഴ്സ് ബ്രൈറ്റൺ, ലീഡ്സ്, വൂൾവ്സ്, ഫോറസ്റ്റ്, ബേൺലി, പാലസ്, വെസ്റ്റ് ഹാം. We can take Leeds out. 36 പോയിന്റ് ഉണ്ടല്ലോ. മോസ്റ്റ്ലി വൂൾഫിനെയും തോപ്പിച്ച് they'll be safe. അതാണ് എന്റെ പ്രഡിക്ഷൻ. സ്പേഴ്സ് ബ്രൈറ്റൺ will be very 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 interesting. De Zerbi going back to Brighton. I'm going സാറ്റർഡേ എന്തായാലും ആ മാച്ച് കാണും, ഉറപ്പായിട്ട് കാണും. ബ്രൈറ്റൺ എവേ പെർഫോമൻസ് നല്ലതാണ്, നന്നായിട്ട് കളിക്കും. യൂഷ്വലി 2-2 നന്നായിട്ട് കളിക്കും. 2 ഗോളൊക്കെ അടിക്കും. ആരടിക്കും? എനിക്ക് ഈ മാച്ച് ആയിരിക്കും സ്പേഴ്സ് ജയിക്കുക കേട്ടോ. ഒരു മാച്ച് ജയിക്കാൻ ജയിക്കാനുള്ള മാച്ച്. ഞാന് സുദീപിന്റെ കൂടെയാണ്. സ്പേഴ്സ് വിൽ വിൻ, ഉറപ്പായിട്ട് ജയിക്കും. സ്പേഴ്സ് ജയിക്കുമായിരിക്കും, പക്ഷെ ബ്രൈറ്റൺ കളിക്കാനൊന്നുമില്ല. They have nothing to play for. ബ്രൈറ്റണിന് ജയിച്ചാലും മേലോട്ട് പോകാനില്ല, തോറ്റാലും ആയിട്ടും പോകാനില്ലാത്ത അവസ്ഥയാ. I think Forest Burnley, Forest will win, അല്ലേ? എഴുതി തള്ളിയ 2 ടീമുകളെ മാറുന്നുണ്ട്. നമ്മുടെ
പാലസ് എക്സാക്ട്ലി. വെസ്റ്റ് ഹാം വിൽ വിൻ. വെസ്റ്റ് ഹാം വിൽ വിൻ. കാരണം ക്രിസ്റ്റൽ പാലസ് യൂറോപ്പും കൂടി കളിച്ചിട്ട് വന്നതാണ്. അത് മാത്രമല്ല, ഇനി പാലസിന് എന്തായാലും പ്രീമിയർ ലീഗിൽ ആരും ഇറക്കേണ്ട കാര്യമില്ല. അവരുടെ ടീമിന്റെ ഹിസ്റ്ററിയിൽ യൂറോപ്യൻ സെമിഫൈനൽ ദേ ഹാവ് എ ചാൻസ് ഫോർ എ യൂറോപ്യൻ ട്രോഫി. വെറുതെ പ്രീമിയർ ലീഗിൽ പിള്ളേരെ ഇറക്കിയിട്ട് എന്തിനാ? ദേ ക്യാൻ ഫുള്ളി ഫോക്കസ് ഓൺ യൂറോപ്പ്. ഈ പണ്ട് വെസ്റ്റ് ഹാം ചെയ്ത പോലെ. ചെയ്യുമായിരിക്കും അവര്. കാരണം ഫോറസ്റ്റിനത് പറ്റില്ല, റെലഗേഷൻ ഉണ്ട്. വെസ്റ്റ് ഹാമിന് സമയമുണ്ടല്ലോ, ഈ അടുത്ത ആഴ്ച ഒന്നല്ലല്ലോ മാച്ച് വരുന്നത്. ഏത് യൂറോപ്യൻ ഫിക്സ്ചർ അല്ല, അവർക്ക് വെച്ചാൽ ഇപ്പൊ ഒരു യൂറോപ്യൻ കഴിഞ്ഞിട്ടല്ലോ, സോ ദേ ക്യാൻ ഗിവ് പ്ലേയേഴ്സ് റെസ്റ്റ്. അടുപ്പിച്ച് കളിപ്പിച്ച് റിസ്ക് എടുക്കണ്ടല്ലോ. പ്രീമിയർ ലീഗ് അവർക്ക് ബാധകമല്ലല്ലോ. കാരണം ഇനിയിപ്പോ പ്രീമിയർ ലീഗ് എല്ലാ കളിയും തോറ്റാലും അവരുടെ പ്ലേയേഴ്സിനെ യൂറോപ്യൻ സെമിഫൈനൽസിന് വേണ്ടി റെസ്റ്റ് ചെയ്യുന്നതായിരിക്കും അവർക്ക് നല്ലത്. കാരണം ഈവൻ ഇയാള് പോവല്ലേ, നമ്മുടെ ഗ്ലാസ്നർ ജയിച്ചിട്ട് പോവാണ്, ഇരയോള പോവാണ്. So Glasner would want to win a trophy and go like Moyes, you know. So long podcast ആയിരുന്നു. നമ്മൾ കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു, കുറെ കാര്യങ്ങൾ പറഞ്ഞു. എല്ലാവർക്കും ഗണേശനൊക്കെ ഉറക്കം വന്നിട്ട് വയ്യ. ഗണേശൻ ക്ലാസ്സിലെ സ്റ്റുഡൻസിനെ പോലെയാണ് ഗണേശൻ ഇരിക്കുന്നത്. അപ്പോ ഇറ്റ് വിൽ ബി എ ഐക്കോണിക് വീക്കെൻഡ് ഇഫ് ലിവർപൂൾ വിൻ. ഏകദേശം ടോപ്പ് 4 യൂറോപ്പ് നെക്സ്റ്റ് ഇയർ യൂറോപ്പിലേക്കുള്ള കാര്യങ്ങൾ തീരുമാനങ്ങൾ. ഇപ്പോൾ തോറ്റു കഴിഞ്ഞാൽ നെക്സ്റ്റ് 4 games will be very tense. United, Chelsea again, both teams, United are very safe for Champions League, but ഒരെണ്ണം കൂടി തോറ്റു കഴിഞ്ഞാൽ, വില്ലൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ you never know. സിറ്റി ചെൽസിയുടെ അവസ്ഥയും ഏകദേശം അതുപോലെയാണ്. 4 points off. They can't afford to lose. They can't lose the game basically. Draw പോലും പറ്റില്ല സിറ്റിക്ക്. They have to win. On that note, I think we can wrap. It was a sad midweek out of Europe, out of FA Cup, out of EFL. European qualifications ബാക്കിയുണ്ട്. Arsenal fans will be tensed. United fans will be tense. Chelsea fans will be tense. Everybody, Spurs fans are extremely tense. It will be a nice season. Yeah, Hugo Ekitike, we hope you recover. Surgery നടന്നിട്ടില്ല. Surgery ഉടനെ നടന്നതായിരിക്കും. On that note, bye.